വെൽക്കം ഓൾ. ട്രിപ്പിൾ ഐ കൊമേഴ്സ് കാൻ്റെ ഓണം എക്സാം മാരത്തോൺ +2 ഓണം എക്സാം മാരത്തോൺ എക്കണോമിക്സിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പാർട്ട് 1 എക്കണോമിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് എക്കണോമിക്സിൻ്റെ നിങ്ങളുടെ ഓണം എക്സാമിന് മൈക്രോ എക്കണോമിക്സിൻ്റെ 3rd ചാപ്റ്റർ നിങ്ങളുടെ പോർഷനാണ്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ മാരത്തോണൊക്കെ എല്ലാവരും കണ്ട് ഓൾറെഡി നിങ്ങൾ പോർഷൻസൊക്കെ റിവിഷൻ ചെയ്തു എന്ന് കരുതുന്നു. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ, എക്സാമിന് വരുന്ന ലാസ്റ്റ് പോർഷനായ നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ക്ലാസ്സൊക്കെ കേൾക്കാനായിട്ട് റെഡി ആയിട്ട് വന്നെന്ന് കരുതുന്നു. എക്കണോമിക്സ് അപ്പം നിങ്ങൾ ഇന്നത്തെ രാവിലത്തെ ബിസി ക്ലാസ്സസ് കഴിഞ്ഞ് സ്കൂളിങ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളൊക്കെ പോയി ക്ഷീണിച്ചൊക്കെ വന്നേക്കുവാണോ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റിഫ്രഷ്മെൻ്റ് ഒക്കെ ആയിട്ടിരിക്കുവാണോ? അപ്പോൾ എല്ലാവരും ഒന്ന് റെഡി ആയിട്ടിരിക്കണം. നമ്മുടെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ ട്രിപ്പിൾ ഐ നിങ്ങളുടെ ഒപ്പമുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ഈ ഒരു എക്സാമിന് ഏറ്റവും ബെറ്റർ സ്കോർ നമുക്ക് എന്താണ് സെക്യൂർ ചെയ്യണ്ടേ? എല്ലാവരും റെഡി അല്ലേ? സുധി, അനാമിക, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം എല്ലാവരും റെഡി ആണെന്ന് കരുതുന്നു. നമ്മുടെ എക്സാമിൻ്റെ ഈ ചാപ്റ്റർ 3യുടെ മാരത്തോൺ ഡിസ്കഷന് വേണ്ടി. ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഒരു ഈസി ചാപ്റ്ററാണ്. കുറച്ച് ലോസും അതുപോലെ കുറച്ച് ഗ്രാഫും അങ്ങനെയുള്ള നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ പഠിക്കുന്ന ഒരു ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. കഴിഞ്ഞ മാരത്തോണിൽ നമ്മൾ ഡിമാൻഡിൻ്റെ ചാപ്റ്ററായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറും മൈക്രോ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നല്ല വെയിറ്റേജ് ഉള്ളതാണ്. അറിയാലോ, മൂന്ന് ചാപ്റ്റേഴ്സ് മാത്രമാണ് നിങ്ങളുടെ എക്സാമിനുള്ളത്. 80 മാർക്സ്, അറൗണ്ട് 80 മാർക്സ് ഉണ്ട് നിങ്ങൾക്ക്. എന്തുണ്ട് ക്വസ്റ്റ്യൻസ് ടോട്ടലി 80 മാർക്സിനുണ്ട്. മാക്സിമം 80 മാർക്സ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് നല്ല വെയിറ്റേജ് ഉള്ളതാണ്. ഒരു 40 to 50% വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണിത്. ഇതിന്ന് പ്രോബ്ലംസ് ഉള്ള ക്വസ്റ്റ്യൻസ് എക്സാമിനുണ്ട്. തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലോസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം എല്ലാവരും ഈ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണം. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കൊന്ന് ഫാസ്റ്റ് ട്രാക്കായിട്ട് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാം. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നോർമലി, കാരണം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒരു 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് റെപ്പിറ്റേറ്റീവായിട്ട് നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓണം എക്സാം, അല്ലെങ്കിൽ സെക്കൻഡ് ടേമിനായിട്ട് ക്രിസ്മസ് എക്സാമോ, മോഡൽ എക്സാമോ, പബ്ലിക് എക്സാം എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് വരുന്ന തിയറി പോർഷൻസും കാര്യമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? മാരത്തോണൊക്കെ കേൾക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കുമല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ മാരത്തോൺ സീരീസിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. നമ്മുടെ എക്കണോമിക്സ് ആണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് ഒക്കെ നിങ്ങൾ പഠിച്ച് റെഡി ആയിട്ടിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് എക്കണോമിക്സ് നിങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ ലാസ്റ്റായിട്ട് എക്കണോമിക്സ് പഠിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ മാരത്തോൺ സെറ്റാക്കി ഓണം എക്സാമിന് നല്ല മാർക്ക് മേടിക്കണ്ടേ? എല്ലാവരും പൊളിയായിട്ടും മാർക്ക് മേടിച്ച് സെറ്റായിട്ടിരിക്കണം. നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ദെൻ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? കൺസ്യൂമറെ പറ്റി അല്ലേ? ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് ബേസിക് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ്? പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ. കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ ഭാഗത്തുള്ള ഒരു ആക്ടിവിറ്റിയാണ്? കൺസ്യൂമറിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ആക്ടിവിറ്റി അല്ലേ? കൺസ്യൂമറിന്റെ ഭാഗത്തു നിന്നുള്ള ആക്ടിവിറ്റിയാണ്. അപ്പം പ്രൊഡക്ഷനോ? പ്രൊഡ്യൂസർ, എക്കണോമിയിലെ ഒരു ഏജന്റായ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്നുള്ള ആക്ടിവിറ്റിയാണ് പ്രൊഡക്ഷൻ. ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറീസും അതുപോലെ തന്നെ കോസ്റ്റ് എന്തെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊഡക്ഷന്റെ ഡെഫിനിഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നില്ലേ പ്രൊഡക്ഷന്റെ ഡെഫിനിഷൻ? അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊഡക്ഷൻ ഇൻ എക്കണോമിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്താണ്? യൂട്ടിലിറ്റി നമ്മൾ പഠിച്ചില്ലേ? വോൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു കമ്മോഡിറ്റിയെ നമ്മുടെ വോൺസിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂട്ടിലിറ്റി വിളിക്കുന്നത്. ഈ യൂട്ടിലിറ്റിയുടെ ക്രിയേഷനാണ് പ്രൊഡക്ഷൻ എന്ന് എക്കണോമിക്സിൽ പറയുന്നത്. അതായത് ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ടുകളെ ഔട്ട്പുട്ടുകളാക്കി മാറ്റുന്നതാണ് എന്ത്? പ്രൊഡക്ഷൻ.
നമ്മൾ എന്ത് ചെയ്യുന്നു? ഷുഗർ കെയിൻ യൂസ് ചെയ്യുന്നു. നമ്മൾ ഷുഗർ കെയിൻ യൂസ് ചെയ്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഷുഗർ എന്താണ്? അപ്പം അവിടെ ഇൻപുട്ടാണ് അല്ലേ? നമ്മൾ എന്താണ് ഡേറ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ അല്ലാതെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതെന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടായി വരുന്നു. എന്താണ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ് റോ മെറ്റീരിയൽസ് എന്ന് ഉപയോഗിക്കുന്നത്? പ്രൊഡക്ഷന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ അത് എൻഡ് റിസൾട്ടായ ഔട്ട്പുട്ടുകളായി വരുന്നു. അപ്പം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ്. എന്താണ്? ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ്. അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. Okay, the term production is used to denote the production of both goods and services. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലേ, എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ചു. എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസുകൾ ഏതൊക്കെയാണ്? എന്താണ് അവിടെ ഡീൽ ചെയ്യുന്ന? പ്രൊഡക്ഷന്, കൺസപ്ഷന്, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സും ഉണ്ട് സർവീസും ഉണ്ട് അല്ലേ? ഗുഡ്സും ഉണ്ട് സർവീസും ഉണ്ട്. ഗുഡ്സിന് അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഡീൽ ചെയ്യുന്നത് ഗുഡ്സ് മാത്രമല്ല, എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്നുണ്ട്? സർവീസിനെ പറ്റി ഡീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ എക്സാമ്പിള് എന്ത് ചെയ്തു? ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ എന്തായി മാറി? ഷുഗറായി മാറി. ദാറ്റ് ഈസ് എ പ്രൊഡക്ഷൻ അല്ലേ? അത് മാത്രമാണോ? സർവീസ്. ദ സർവീസ് ഓഫ് എ ടീച്ചർ, ഡോക്ടർ, ലോയർ, എഞ്ചിനീയർ ആർ എക്സാമ്പിൾസ് ഓഫ് സർവീസസ്. അതായത് പ്രൊഡക്ഷൻ ഓഫ് സർവീസും ഉണ്ട്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ രണ്ടിനെ പറ്റിയും ഡീൽ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഗുഡ്സ് പ്രൊഡ്യൂസ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പറയുമ്പോൾ ഉൽപാദനം അല്ലേ? എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഓർക്കും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് മാത്രമാണെന്ന്. ഇവിടെ ഗുഡ്സ് മാത്രമല്ല, എന്തും ഡീൽ ചെയ്യുന്നുണ്ട്? സർവീസും ഡീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രൊഡക്ഷൻ എന്തൊക്കെയുണ്ട്? ഗുഡ്സും ഉണ്ട്, സർവീസും ഉണ്ട് കേട്ടോ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഇൻപുട്ട് എന്തായി മാറുന്നു? ഔട്ട്പുട്ടായി മാറുന്നു. അതെന്തായി മാറുന്നു? ഔട്ട്പുട്ടായി മാറുന്നു. ഇൻപുട്ടുകൾ എന്തായി മാറുന്നു? ഔട്ട്പുട്ടായി മാറുന്നു. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകളായി വരുന്നു. നമ്മൾ ആ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ ഇതൊരു റിലേഷൻഷിപ്പായിട്ട് പറയാൻ പറ്റും. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇസ് എ നെയിം ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ഇൻപുട്ട് ആൻഡ് ഫിസിക്കൽ ഔട്ട്പുട്ട് ഓഫ് എ ഫേം, or it is a functional relationship between input and output under a given state of technology. നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിനനുസൃതമായി നമുക്ക് എന്ത് കിട്ടുന്നു? ഔട്ട്പുട്ട് കിട്ടുന്നു. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് എത്രമാത്രം ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ ആ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് തമ്മിലുള്ള റിലേഷനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ കണ്ടിരുന്നു, പ്രൈസ് ഫംഗ്ഷൻ കണ്ടു അല്ലേ? പ്രൈസ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രൈസ് ഡിമാൻഡ് ഫംഗ്ഷൻ? എന്തായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരുന്നു? പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞാണ് പ്രൈസ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്സിൽ പഠിക്കും. അവിടെ എന്താ പഠിക്കുന്നത്? റിലേഷൻഷിപ്പ് അല്ലേ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഫംഗ്ഷൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ആ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത്? നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷന്. ഓക്കെ, ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കേട്ടില്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്. ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ നടത്തുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പം എന്താണ് ഈ ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓരോ ഇൻപുട്ടുകളും ഏതെങ്കിലും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുള്ളിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ എന്ത് ചെയ്യാം? അതിന്റെ ഇക്വേഷൻ ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? Q is equal to f of function of f1, f2, f3 goes to an fn അല്ലേ? എത്ര ഫാക്ടേഴ്സ് ഉണ്ടോ അത്രയും ഫാക്ടേഴ്സിനെ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? നമുക്ക് എന്താണ് ഈ Q എന്ന് പറഞ്ഞതാണ് ഔട്ട്പുട്ട്. Q എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ? ഔട്ട്പുട്ട് Q എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. F1, F2, F3, F9 എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓർക്കണേ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്നതാണ്. അതിന്റെ ടേം ആണ് എന്ത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇക്വേഷനിൽ? Q is equal to f of f1, f2, f3, f4 അങ്ങനെ പോവും. ഫാക്ടേഴ്സ് എത്ര ഉണ്ടോ അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും fn വരെ. ഓക്കെ, Q എന്താണ്? ഔട്ട്പുട്ട്. f1, f2, f3, f9 എന്നൊക്കെ എന്താണ്? വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. എന്താണ്? വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, നമ്മൾ കുറേ ഇൻപുട്ട് യൂസ് ചെയ്ത് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും.
നമ്മുടെ ഗിവൺ ലെവൽ ഓഫ് ഇൻപുട്ട് യൂസ് ചെയ്യുന്നു, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എത്രമാത്രം എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്താ പഠിച്ചത്? നമ്മുടെ ഇൻകം അനുസരിച്ച് നമുക്ക് 2 കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പിനേഷൻസ് ആക്കി എഴുതി അല്ലേ, ബഡ്ജറ്റ് സെറ്റുകളാക്കി എഴുതി, അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തു, ബഡ്ജറ്റ് ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്തു. വേറെണ്ണം പഠിച്ചിരുന്നു, സെയിം ലെവൽ ഓഫ് യൂട്ടിലിറ്റി തരുന്ന, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന വേരിയസ് കോമ്പിനേഷൻസ് കണ്ടു. അതിനെ ഗ്രാഫായിട്ട് വരയ്ക്കുമ്പോൾ ഇൻഡിഫറൻസ് കേർവ്സ് എന്ന് വിളിക്കും. അതുപോലെ ഈ ചാപ്റ്ററിൽ നമുക്കൊരു കേർവ് പഠിക്കാനുണ്ട്. ആ കേർവ് ആണ് ഐസോക്കൻ കേർവ് അല്ലെങ്കിൽ ഐസോ പ്രോഡക്റ്റ് കേർവ് എന്ന് വിളിക്കും. ഐസോക്കൻ കേർവ്സ് ഓർ ഐസോ പ്രോഡക്റ്റ് കേർവ് എന്ന് വിളിക്കും. എന്താണ്? ആൻ ഐസോക്കൻ മേ ബി ഡിഫൈൻഡ് ആസ് എ കേർവ് ഷോയിങ് ഓൾ ദ വേരിയസ് കോമ്പിനേഷൻ ഓഫ് 2 factors that can be produce a given level of output. നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിസിലാണ് നമ്മൾ പഠിക്കുന്നത്, എക്സ് ആൻഡ് വൈ ആക്സിസിലാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് 2 ഗുഡ്സ് എക്സാമ്പിൾസ് എല്ലാം എടുക്കുമ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു എന്താണ്, 2 എക്സാമ്പിൾ എടുക്കുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 2 എടുക്കുന്നത്. അപ്പോൾ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയസ് ലെവൽ ഓഫ് ഔട്ട്പുട്ടുകളുടെ അതിനെ റെപ്രസെന്റ് ചെയ്യും അല്ലേ. 2 ഫാക്ടേഴ്സ് F1 ആൻഡ് F2, ഇതിൻ്റെ വേരിയസ് കോമ്പിനേഷൻ. F1 ഇത്ര അളവിലെടുത്തു, F2 ഇത്ര അളവിലെടുത്തു, അപ്പോൾ ഒരു കോമ്പിനേഷൻ കിട്ടി. F1 മറ്റൊരു അളവിലെടുത്തു, F2ന് ചേഞ്ച് വരുത്തി, അങ്ങനെ വേരിയസ് കോമ്പിനേഷൻസ്. ഓക്കെ, 4-5 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ, 5-3 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ. ഇങ്ങനെ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഉപയോഗത്തിന് വേരിയേഷൻ വന്നിട്ട് അതനുസരിച്ച് നമുക്ക് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് കാണിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ്, നമ്മൾ ആ ഒരു കോമ്പിനേഷൻസ് ഉണ്ട്. ഈ കോമ്പിനേഷനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതാണ് ഐസോക്കൻ കേർവ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഐസോ പ്രൊഡക്റ്റ് കേർവ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ കുറേ നമ്മൾ വേറെ ഇൻഡിഫറൻസ് കേർവ്സ് പഠിച്ചപ്പോൾ പഠിച്ചു, ഇൻഡിഫറൻസ് മാപ്പ് അല്ലെ. ഇൻഡിഫറൻസ് മാപ്പ് എന്താണ്? കുറേ ഇൻഡിഫറൻസ് കേർവ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ഡയഗ്രമാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ധാരാളം കുറേ സെറ്റ് ഓഫ് ഐസോ പ്രൊഡക്റ്റ് കേർവ് അല്ലെങ്കിൽ ഐസോക്കൻ കേർവ്സ് ചേർത്ത് വരയ്ക്കുന്നതാണ് എന്ത്, ഐസോക്കൻ മാപ്പ് എന്ന് പറഞ്ഞാൽ. ഐസോക്കൻ മാപ്സ് ആർ സെറ്റ് ഓഫ് ഐസോ പ്രൊഡക്റ്റ് കേർവ്സ് അല്ലെങ്കിൽ ഐസോക്കൻ കേർവ്സ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ. നോക്കിക്കേ, നമുക്ക് ഔട്ട്പുട്ട് 180 കിട്ടുന്ന വേരിയസ് കോമ്പിനേഷൻസ് ആണ്. ഒരു കാര്യം ഓർത്തണം, നമ്മൾ ഇൻഡിഫറൻസ് കേർവിൽ പറഞ്ഞ എന്താണ്, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഇൻഡിഫറൻസ് കേർവ്സ് എന്തായിരുന്നു, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കോമ്പിനേഷൻസ് ആണ്. അതുപോലെ തന്നെ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻസ് ആണ് എന്ത്, ഐസോക്കൻസിൽ വരുന്നത്. സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻസ് ആണ് എവിടെ വരുന്നത്, ഐസോക്കൻസിൽ വരുന്നത്. ഇപ്പൊ നോക്കിക്കേ, ആദ്യമത്തെ ഈ ഒരു ഗ്രാഫ്, ഓക്കെ, ആദ്യമത്തെ കണ്ട് ഈ ഒരു ഗ്രാഫ്, അവിടെ എന്താണ്, അവിടുത്തെ ഔട്ട്പുട്ട് എത്രയാണ്, 180 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേരിയസ് കോമ്പിനേഷൻസ് ആണ് ഈ ഗ്രാഫിൽ വരച്ചിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ആ ഒരു ഗ്രാഫ് നോക്കിക്കേ, രണ്ടാമത്തെ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്, ആ രണ്ടാമത്തെ ഗ്രാഫിൽ ഔട്ട്പുട്ട് 300 പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഔട്ട്പുട്ട് 300 പ്രൊഡ്യൂസ് ചെയ്യുന്ന വേരിയസ് കോമ്പിനേഷൻസ് ആണ്. മൂന്നാമത്തെ എന്താണ്, മൂന്നാമത്തെ വരുമ്പം ഔട്ട്പുട്ട് 500 പ്രൊഡ്യൂസ് ചെയ്യുന്ന വേരിയസ് കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, ഐസോക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്ന വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കോമ്പിനേഷൻസ് ആണ് എന്ത്, ഐസോക്കൻസ്. ഈ ഐസോക്കൻസ് സെറ്റുകൾ ഒരു മാപ്പിൽ, ഒരു ഗ്രാഫിൽ വരച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കും, ഐസോക്കൻ മാപ്പ് എന്ന് വിളിക്കും. ഓക്കെ, ഈച്ച് ഐസോക്കൻ മാപ്പ് റെപ്രസെന്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നോക്കിയേ, ഓരോ Q180 കിട്ടുന്നത്, ഔട്ട്പുട്ട് 180 കിട്ടുന്നത്, ഔട്ട്പുട്ട് 300 കിട്ടുന്നത്, ഔട്ട്പുട്ട് 500 കിട്ടുന്നത്, ഇങ്ങനെ വേരിയസ് അല്ലേ. ഓരോന്നിനും ഓരോ ഐസോക്കൻ കേർവ്സ് നോക്കിയാലും അവിടുത്തെ ഔട്ട്പുട്ടുകൾക്ക് വ്യത്യാസമില്ലേ. ഡിഫറെന്റ് ഐസോക്കൻ ഹാവ് ഡിഫറെന്റ് ഔട്ട്പുട്ട് ആണ് രണ്ടാമത്തെ സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്. ഈച്ച് ഐസോക്കൻ ഇൻ ദ ഐസോക്കൻ മാപ്പ് റെപ്രസെന്റ് എ ഡിഫറെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഹയർ ഐസോക്കൻ ഷോസ് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമ്മളിതൊരു വേറെ പഠിച്ചായിരുന്നു. ഇൻഡിഫറൻസ് കർവില് ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷോ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ തന്നെ ഹയർ ആയിട്ടുള്ള ഐസോക്കൻസ്, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഐസോക്കൻസ് എന്ത് സൂചിപ്പിക്കുന്നു, അവിടെ ഔട്ട്പുട്ട് കൂടുതലാണെന്ന. ഈ ഗ്രാഫിൽ നോക്കിക്കേ, 3 ഐസോക്കൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, ഏറ്റവും ഹയർ ആയിട്ട് നിൽക്കുന്ന ഐസോക്കൻസിന്റെ ഔട്ട്പുട്ട് എത്രയാണ്, 500 ആണ്. ഏറ്റവും താഴെയുള്ള, ഏറ്റവും ബിലോ ആയിട്ടുള്ള ഐസോക്കൻ നോക്കിക്കേ, അവിടെ 180 ആണ്. അപ്പം ഹയർ ലെവലിലോട്ട് പോകും തോറും ഔട്ട്പുട്ട്
ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുന്നു. ഇനി ഒരു ടേം നോക്കണം, ടോട്ടൽ പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ടോട്ടൽ പ്രൊഡക്റ്റ്? The total product is the total number of commodity produced during a given period by given number of factors of production. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ടോട്ടലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടിന്റെ ആ ഒരു നമ്പറിനെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ടോട്ടലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്താ ആ ഒരു കമ്മോഡിറ്റിയാണ് നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ നോക്കണം. The total product is the total number of commodity produced during a given period of time by given number of factors of production. Okay. Then എന്താണ് ആവറേജ് പ്രൊഡക്റ്റ്? ആവറേജ് പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ആവറേജ് പ്രൊഡക്റ്റ് എന്താണെന്ന്? ആവറേജ് പ്രൊഡക്റ്റ് of a factor, average product of a factor is a total product divided by number of unit of factors. Okay, number of unit of factors. നമ്മൾ ഇതുപോലെ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലും നമ്മൾ കണ്ടിരുന്നു. എന്താണ് അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് അങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയില്ലായിരുന്നു. മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്ത് വരുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, നമ്മൾ കോൺസെപ്റ്റ് കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് അവിടെ യൂട്ടിലിറ്റി ആരുടെ ഭാഗത്ത് നിന്നാണ് പറയുന്നത്? ആലോചിച്ച് നോക്ക്. ആരുടെ ഭാഗത്ത് നിന്നാണ് പറയുന്നത്? കൺസ്യൂമറിന്റെ ഭാഗത്ത് നിന്ന്. ഇവിടെ നമ്മൾ ആരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് സംസാരിക്കുന്നത്? പ്രൊഡ്യൂസറിന്റെ പെർസ്പെക്റ്റീവ് നിന്നാണ്. ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആരാ? പ്രൊഡ്യൂസർ അല്ലേ? നമ്മൾ കൺസ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം പ്രൊഡ്യൂസർ അയാളുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടിന്റെ ആ ഒരു നമ്പറിനെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് വിളിക്കുന്നത്. രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട്, അതാണ് ടോട്ടൽ പ്രൊഡക്റ്റ്. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി അല്ലേ? എവിടെ എല്ലായിടത്തും ആവറേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പം ആവറേജ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഫാക്ടേഴ്സ്. എത്രയാണ് ടോട്ടൽ പ്രൊഡക്റ്റ്, അതിനെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, പ്രോബ്ലം ചെയ്യാം നമുക്ക്. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു അളവിനെയാണ്, നമ്പർ ഓഫ് കമ്മ്യൂണിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്ത് എത്രയാണോ അതിന്റെ സമ്മിനെയാണ് എന്ത് വിളിക്കുന്നത്? ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് എന്താണ് ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലേ? ഡിവൈഡ് ചെയ്യുന്നതാണ്. എന്ത്? ടി പി ഡിവൈഡഡ് ബൈ എൻ. ടി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ്. ടി പി ടോട്ടൽ പ്രൊഡക്റ്റ്. എ പി എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ്. എ പി ഇസിക്കൽ ടു ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഫാക്ടർ. മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്? നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി ആണ് അല്ലേ? അഡീഷണൽ കമ്മോഡിറ്റി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റിയാണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പം മാർജിനൽ പ്രൊഡക്റ്റ്, മാർജിൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഓർക്കണം, അഡീഷണൽ എന്നാണ് വരുന്നത്. ഓക്കെ, മാർജിനിൽ വരുമ്പോൾ എന്താണ്? അഡീഷണൽ എന്ന് പറഞ്ഞൊരു മീനിങ് ആണ് വരുന്നത്. മാർജിനൽ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഡെഫിനിഷൻ നോക്കിക്കേ. മാർജിനൽ ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് റിസൾട്ടിംഗ് ഫ്രം ദ യൂസ് ഓഫ് വൺ ഓർ മോർ ലെസ് യൂണിറ്റ് ഓഫ് variable factor, or it is the addition made to the total product by addition of one or more unit of variable factors. Variable factors നമ്മൾ ആദ്യമേ രണ്ട് ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തി. ഈ ഫാക്ടേഴ്സ് ചേഞ്ച് വരുത്തി. ഒന്നെങ്കിൽ ഫാക്ടേഴ്സിന്റെ നമ്പർ കൂട്ടി, അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ നമ്പർ കുറച്ചു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? നമ്മൾ എന്ത് പഠിച്ചു? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻപുട്ടുകൾ കൂട്ടി, അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഔട്ട്പുട്ട് കൂടുന്നു. അപ്പൊ ആ എത്ര അളവാണ് ഉണ്ടായത്? ഇൻപുട്ട് കൂട്ടിയപ്പോൾ ഔട്ട്പുട്ടിന് എന്ത് ചേഞ്ച് വന്നു? ഇതാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? പ്രീവിയസ് ടോട്ടൽ പ്രൊഡക്റ്റിൽ നിന്ന് പ്രസന്റ് ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്ന ചേഞ്ച്. ഓക്കെ, ദാറ്റ് ഈസ് എം പി ഇസിക്കൽ ടു ടി പി എൻ മൈനസ് ടി പി എൻ മൈനസ് 1. നമുക്ക് അതൊന്ന് കാണാം. ജസ്റ്റ് ഒരു ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം നോക്കാം.
ടി പി എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ്, എ പി ആവറേജ് പ്രൊഡക്റ്റ്, എം പി മാർജിനൽ പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മൾ വേരിയബിൾ ഫാക്ടേഴ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, എന്നാൽ എന്താണ് വേരിയബിൾ ഫാക്ടർ? നമ്മൾ വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. എന്താണ് വേരിയബിൾ ഫാക്ടേഴ്സ്? നമ്മൾ ചേഞ്ച് വരുന്നു, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിൽ നമ്മൾ മെഷീൻ ഉണ്ട്, ലേബേഴ്സ് ഉണ്ട്, റോ മെറ്റീരിയൽ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് പ്രൊഡക്ഷൻ കൂട്ടണം, നമുക്ക് മെഷീൻസ് കൂട്ടാൻ പറ്റുമോ? നമുക്ക് എന്താ ലേബേഴ്സിനെ കൂട്ടാം. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, വേരിയബിളിൻ്റെ അർത്ഥം എന്താണ്? ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ലേ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സിനെയാണ് വേരിയബിൾ ഫാക്ടേഴ്സ്. ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത എന്താണ്? ഫിക്സഡ് ഫാക്ടേഴ്സ്. അപ്പം വേരിയബിൾ ഫാക്ടേഴ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഫിക്സഡ് ഫാക്ടേഴ്സ് അതുപോലെ ഇരിക്കുമല്ലേ, അവരെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടല്ലേ ഫിക്സഡ് എന്ന് വിളിക്കുന്നത്. ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ ഫിക്സഡ് എന്ന് വിളിക്കുമോ? അപ്പം വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ്. ഫിക്സഡ് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ്. അപ്പം നമ്മൾ ഒരു വേരിയബിൾ ഫാക്ടർ മാത്രം യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ്, ഒരു സീറോയുടെ നമുക്ക് ആഡ് ചെയ്യാമേ. നമ്മൾ വേരിയബിൾ ഫാക്ടർ ഒന്നും ഉപയോഗിച്ചില്ല, ഫിക്സഡ് ഫാക്ടർ മാത്രം യൂസ് ചെയ്തപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് 0 ആയിരുന്നു. ഓക്കെ, ദെൻ ഒരു വേരിയബിൾ ഫാക്ടർ യൂസ് ചെയ്തപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് 15 ആയി. 2 വേരിയബിൾ ഫാക്ടേഴ്സ് യൂസ് ചെയ്തപ്പോൾ 35 ആയി. 3 യൂസ് ചെയ്തപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് 50 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. 4 വേരിയബിൾ ഫാക്ടേഴ്സ് യൂസ് ചെയ്തപ്പോൾ 48 ആയി. 5 വേരിയബിൾ ഫാക്ടേഴ്സ് യൂസ് ചെയ്തപ്പോൾ 30 ആയി. ഇതുപോലെ യൂട്ടിലിറ്റിയിൽ നമ്മൾ കണ്ടുപിടിച്ചല്ലേ, യൂട്ടിലിറ്റിയിൽ ആവറേജ് പ്രൊഡക്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ്. ഓക്കെ, എ പി കണ്ടുപിടിക്കാം, ആവറേജ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. എന്താണ്? ഫസ്റ്റ് 0, ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയാണ്? 0 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, 0 ഡിവൈഡ് ബൈ 0, ആൻസർ വിൽ ബി 0. രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തത് ടോട്ടൽ പ്രൊഡക്റ്റ് 15, ആവറേജ് നമ്പർ ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് 1. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? 15 ഡിവൈഡഡ് ബൈ 1, 15 ഡിവൈഡ് ബൈ 1, 15. അടുത്തത് ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയാണ്? 35. ടോട്ടൽ പ്രൊഡക്റ്റ് 35, നമ്പർ ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് 2. അപ്പോൾ എങ്ങനെ ചെയ്യും? 35 ഡിവൈഡഡ് ബൈ 2, 17.5. ആവറേജ് പ്രൊഡക്റ്റ് എത്രയാണ്? 17.5. അടുത്തത് എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് 50, 50 ഡിവൈഡഡ് ബൈ 3, 50 ഡിവൈഡഡ് ബൈ 3, 16.5, 16.5 or 6 എന്ന് വരും. ഓക്കെ, ദെൻ 48. അടുത്ത ടോട്ടൽ പ്രൊഡക്റ്റ് 48 ആയി. 4 വേരിയബിൾ ഫാക്ടേഴ്സ് യൂസ് ചെയ്തപ്പോൾ എന്തായി? ടോട്ടൽ പ്രൊഡക്റ്റ് 48 ആയി. ഇപ്പം 48 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് വിൽ ബി 12. ദെൻ 30, ടോട്ടൽ പ്രൊഡക്റ്റ് 30 ആയി. എപ്പോൾ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 5 വേരിയബിൾ ഫാക്ടേഴ്സ് യൂസ് ചെയ്തപ്പോൾ 30 ഡിവൈഡ് ബൈ 5, 6. അപ്പം മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്നാൽ ടോട്ടൽ പ്രൊഡക്റ്റ് വന്ന ചേഞ്ച്. ആദ്യമേ ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയാണ്? 0. അതിന് തൊട്ട് മുന്നേ ഒന്നും ഇല്ലായിരുന്നു, അപ്പോൾ അത് 0. ഓക്കെ, രണ്ടാമത്തെ ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയായി? 15, 15. തൊട്ട് മുന്നേ എത്ര ആയിരുന്നു? 0. അപ്പം ആ 15 ഇൻക്രിമെൻറ്റും എവിടെ വന്നാണ്? ഫസ്റ്റ് സ്റ്റേജ് വന്നാണ്. ദെൻ 35 മൈനസ് 15, 20. Then 50 minus 35, 15. Okay, 48 minus 50, 2. 30 minus 40 minus 2. 30 minus 48, 30 minus 48. എത്ര വരുന്നത്? 30 minus 48 എത്ര വരുന്നത്? നമ്മുടെ 8 minus 18. ഓക്കെ, ഇങ്ങനെ പോവും. മനസ്സിലായോ? ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്. ഇതൊക്കെ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ടോട്ടൽ പ്രൊഡക്റ്റ് മാത്രം തരും, നമ്പർ ഓഫ് ഫാക്ടേഴ്സും തരും, ആവറേജ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, മാർജിനൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. തിരിച്ചും ചോദിക്കാം. എന്താണ് തിരിച്ച് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യന്? ആവറേജ് പ്രൊഡക്റ്റും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നിന്നിട്ട് ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് ഇൻറ്റു എൻ, എ പി ഇൻറ്റു എൻ. തിരിച്ചിട്ടാ പോലെ ബേസിക് മാത്തമാറ്റിക്സ്. ഓക്കെ, ദെൻ നമുക്ക് പ്രോഡക്റ്റുകളുടെ ലൈഫ് സ്പാനെ രണ്ടായിട്ട് തിരിക്കാം. ഷോർട്ട് പീരീഡ് എന്നും ലോങ് പീരീഡ് എന്നും. ലൈഫ് സ്പാൻ അനുസരിച്ച്
പ്രൊഡക്ഷനെ രണ്ടായിട്ട് തിരിക്കാം. എന്താണ് ഷോർട്ട് പീരീഡ് എന്നും ലോങ് പീരീഡ് എന്നും. ഈ ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഷോർട്ട് പീരീഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ പീരിയഡ് ഡ്യൂറിംഗ് വിച്ച് ദ ഔട്ട്പുട്ട് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ചേഞ്ചിങ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് ആൻഡ് നോട്ട് ഫിക്സഡ് ഫാക്ടേഴ്സ്. ഇൻ അതർ വേർഡ്, സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൺസ്റ്റന്റ്. അതായത് നമുക്ക് ചേഞ്ച് വരുത്തണം, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ചേഞ്ച് വരുത്തണം. നമ്മുടെ കമ്മ്യൂണിറ്റി 1000 യൂണിറ്റ് ആയിരുന്നു നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 1000 യൂണിറ്റ് ആയിരുന്നു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ചേഞ്ച് വരുത്തണം. നമുക്കൊരു 1200 പ്രൊഡക്ഷൻ നടത്തണം. എന്ത് ചെയ്യണം? 1200 പ്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ എന്താണ് ആ ഷോർട്ട് റൺ പീരീഡ് ആണെങ്കിൽ, ഷോർട്ട് റൺ പീരീഡ് ടൈപ്പ് ആണെങ്കിൽ, പ്രൊഡക്ഷൻ ആണെങ്കിൽ എന്ത് വരത്തുള്ളൂ? നമുക്ക് അവിടുത്തെ ഫാക്ടേഴ്സ് വേരിയബിളും ഉണ്ട് ഫിക്സഡും ഉണ്ട്. ഷോർട്ട് റൺ പീരീഡിലെ പ്രത്യേകത എന്താണ്? അവിടെ ഫാക്ടേഴ്സ് വേരിയബിളും ഉണ്ട് ഫിക്സഡും ഉണ്ട്. നമുക്ക് എന്ത് ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല? വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുത്താൻ പറ്റൂ. എന്തിന് പറ്റില്ല? ഫിക്സഡ് ഫാക്ടേഴ്സ്. ഫിക്സഡ് ഇടയിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ, ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരുത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അവന് ഫിക്സഡ് എന്ന് പേരിടുമോ? ഇല്ല. അപ്പം എന്താണ് ഈ ഷോർട്ട് റൺ പീരീഡിൽ എന്താണ് പ്രത്യേകത? കുറച്ച് ഫാക്ടേഴ്സ് വേരിയബിളും കുറച്ച് ഫാക്ടേഴ്സ് ഫിക്സഡും ആയിരിക്കും. അപ്പം നമ്മുടെ പ്രൊഡക്ഷന് ചേഞ്ച് വരുത്തണമെങ്കിൽ, പ്രൊഡക്ഷൻ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യണമെങ്കിൽ ആരിൽ ചേഞ്ച് വരുത്തണം? വേരിയബിൾ ഫാക്ടേഴ്സിലെ ചേഞ്ച് വരുത്താൻ പറ്റത്തുള്ളൂ. അതാണ് എന്ത് ഷോർട്ട് പീരിയഡ് എന്ന് പറഞ്ഞാൽ. ഷോർട്ട് പീരിയഡ് എന്ന് പറഞ്ഞതാണ് പീരിയഡ് വിച്ച് ഔട്ട്പുട്ടിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുത്തണം, നോട്ട് ഫിക്സഡ് ഫാക്ടേഴ്സ്. ഓക്കെ. ദെൻ അപ്പം എന്താണ് ലോങ് പീരീഡ്? ലോങ് പീരീഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും വേരിയബിളാ, ആരും ഫിക്സഡ് ഇല്ല. ലോങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ആരും എന്തില്ല ഫിക്സഡ് ഇല്ല. എല്ലാവരും എന്താണ്? വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസും ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പൊ എന്താണ് അവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തണമെങ്കിൽ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുത്തണം. ഫിക്സഡ് ഉണ്ടെങ്കിൽ ഫിക്സഡിന് ചേഞ്ച് വരുത്താം. നോർമലി എന്താണ് പറയുന്നത്? ലോങ് റൺ ആകുമ്പോൾ എല്ലാം വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. ബട്ട് അവിടെ ഫിക്സഡ് ഉണ്ടെങ്കിൽ ഫിക്സഡിനും ചേഞ്ച് വരുത്താം. A long period is defined as a period during which the output can be adjusted by changing the quantities of variable factors and fixed factors. In other words, the firm can change the scale of production. Okay. അപ്പം നമ്മൾ ഷോർട്ട് റണ്ണും പറഞ്ഞു, ലോങ് റൺ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡും പറഞ്ഞു, ലോങ് പീരീഡും. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻസ് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഫാക്ടേഴ്സ് എന്താണ്? വേരിയബിളും ഉണ്ട് ഫിക്സഡും ഉണ്ട്. അവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തണമെങ്കിൽ ആരിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടതായിട്ട് വരുന്നു? നമ്മുടെ വേരിയബിൾ ഫാക്ടേഴ്സിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടതായിട്ട് വരുന്നു. ഇൻപുട്ട് ഈസ് വേരിയഡ് കീപ്പിംഗ് ഓൾ അതർ ഫാക്ടേഴ്സ് ഇൻപുട്ട്സ്. എന്താണ്? വേരിയബിൾ ഫാക്ടേഴ്സും ഉണ്ട്, അവിടെ ഫിക്സഡ് ഫാക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ, ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? വേരിയബിൾ ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ലോ ഉണ്ട്. എന്താണ് ആ ലോ പറയുന്നത്? The law of variable proportion exhibit the short run production function in which one factor is a variable factor, other factors are fixed. അപ്പോൾ എന്താണ് ഷോർട്ട് റൺ ഫംഗ്ഷനിൽ എന്താണ്? ഷോർട്ട് റൺ ഫംഗ്ഷനിൽ എന്താണ്? ചില വൺ ഫാക്ടർ വേരിയബിളും ബാക്കി ഫാക്ടേഴ്സ് ഫിക്സഡും ആയിരിക്കും. ഒരു ഫാക്ടർ വേരിയബിളും മറ്റ് ഫാക്ടേഴ്സ് ഫിക്സഡും ആയിരിക്കും. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതാ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന നോർമൽ എന്തായിരിക്കും? ലേബേഴ്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഒരു ഷോർട്ട് റൺ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഷോർട്ട് പീരിയഡ് ഫംഗ്ഷനിൽ, പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്തായിരിക്കും? ഒരു ഫാക്ടർ വേരിയബിളും ബാക്കി ഫാക്ടേഴ്സ് ഫിക്സഡും ആയിരിക്കും. ആൻഡ് എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ അപ്ലൈയിങ് എ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ, equal to or less than the output obtained by the previous unit. എന്താണ് അവിടെ ഒന്ന് നോക്കിക്കേ, നമ്മൾക്ക് ഔട്ട്പുട്ടിന് ചേഞ്ച് വരുത്തണം. എന്ത് സംഭവിക്കണം? വേരിയബിൾ ഫാക്ടേഴ്സ് അല്ലേ? ഫിക്സഡ് ഫാക്ടേഴ്സ് ഫിക്സഡ് ആയി നിൽക്കുന്നു. ഷോർട്ട് റണ്ണിൽ ഞാൻ എന്ത് പറഞ്ഞു? അവിടെ ചേഞ്ച് വരുത്തണമെങ്കിൽ ആരെ മാത്രമേ ചേഞ്ച് വരുത്താൻ പറ്റൂ? വേരിയബിൾ ഫാക്ടേഴ്സിന് മാത്രമേ ചേഞ്ച് വരുത്താൻ പറ്റൂ. ആ വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുത്തുമ്പോൾ
ബാക്കി ഫാക്ടേഴ്സ് ഫിക്സഡ് ആയി നിൽക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഷോർട്ട് റൺ ഫംഗ്ഷനിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഫാക്ടർ വേരിയബിളും ബാക്കി ഫാക്ടേഴ്സ് ഫിക്സഡുമായിട്ട് നിൽക്കുന്നു. നമ്മൾക്ക് ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ, നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിലോ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യണമെങ്കിലോ എന്തിന് ചേഞ്ച് വരുത്തണം? വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുത്തേണ്ടി വരുന്നു. വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുത്തുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഈക്വലായി തന്നെ നിൽക്കുന്നു, ചേഞ്ച് ഒന്നും ഇല്ലാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് കുറയുന്നു. അപ്പം വേരിയബിൾ ഫാക്ടേഴ്സിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ഒന്നെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഔട്ട്പുട്ടിനേക്കാളും പുതിയ ഔട്ട്പുട്ട് ഗ്രേറ്റർ ആയിരിക്കും, അതായത് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ നോ ചേഞ്ച്. അപ്പോൾ ഷോർട്ട് റൺ ഫംഗ്ഷനിലെ പ്രത്യേകത എന്താണ്? ഷോർട്ട് റൺ ഫംഗ്ഷനിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഫാക്ടർ വേരിയബിളും ബാക്കി ഫാക്ടേഴ്സ് ഫിക്സഡുമായി നിൽക്കുന്നു. അപ്പം എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഔട്ട്പുട്ടിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തണമെങ്കിൽ, ഔട്ട്പുട്ടിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരുന്നു. ആ വേരിയബിൾ ഫാക്ടേഴ്സ് ചേഞ്ച് വരുത്തുമ്പോൾ ആ ഔട്ട്പുട്ട് ഒന്നെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ടിനെക്കാട്ടിലും ഗ്രേറ്റർ ആവുകയോ ഈക്വൽ ആവുകയോ ലെസർ ആവുകയോ ചെയ്യുന്നു. ഓക്കെ, ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് റിട്ടേൺ, ദ ലോ ഓഫ് വേരിയബിൾ ഫാക്ടർ ഓർ ലോ ഓഫ് ഡിമിനിഷൻ റിട്ടേൺ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറയുന്നത് എന്താണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറയുന്നത് ഈ ഒരു കാര്യമാണ്. എന്താ? when one or more units of variable input added with the fixed input, the marginal product will increase only up to a point. അതായത് നമ്മൾ എന്താണ് ചേഞ്ച് വരുത്തണം, കമ്മ്യൂണിറ്റിയിലെ ഔട്ട്പുട്ടിന് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എന്തിന് ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരുന്നു? ഫിക്സഡ് ഫാക്ടേഴ്സിൻ്റെ കൂടെ വേരിയബിൾ ഫാക്ടേഴ്സിനെ ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരുന്നു. വേരിയബിൾ ഫാക്ടേഴ്സ് ചേഞ്ച് വരുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിനനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഔട്ട്പുട്ടിനെ ചേഞ്ച് വരുന്നു, ഒന്നെങ്കിൽ ഇൻക്രീസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കും. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: when we add more and more unit of variable input to the fixed input, then the total product will change. Also, when we add more and more unit of variable input to the fixed input, the proportion between the input changes. So the short run function is also known as variable production function. എന്താണ്? നമ്മുടെ ഫംഗ്ഷന് ചേഞ്ച് വരുന്നു. അതായത് വേരിയബിൾ ഫാക്ടേഴ്സ് ഇൻക്രീസ് നമ്മൾ ഫിക്സഡ് ഫാക്ടേഴ്സ് ഫിക്സഡ് ആയിട്ട് നിർത്തിയിട്ട് വേരിയബിൾ ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ ഔട്ട്പുട്ടിന് ചേഞ്ച് വരുന്നു. അപ്പം ടോട്ടൽ ഔട്ട്പുട്ടിന് ചേഞ്ച് വരുമ്പോൾ ഇൻപുട്ടിന് ചേഞ്ച് വരുന്നതനുസരിച്ച് വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുന്നതനുസരിച്ച് ഔട്ട്പുട്ടിനും ചേഞ്ച് വരുന്നു. ഇത് പറയുന്ന നിയമമാണ് എന്താ? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അത് എവിടെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ചില ഫാക്ടേഴ്സ് വേരിയബിളും ചില ഫാക്ടേഴ്സ് ഫിക്സഡുമായിരിക്കും. ചില ഫാക്ടേഴ്സ് വേരിയബിളും ചില ഫാക്ടേഴ്സ് ഫിക്സഡുമായിരിക്കും. വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുമ്പോൾ ഔട്ട്പുട്ടിന് ചേഞ്ച് വരുന്നു. ഇത് പറയുന്ന ലോ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച്, വേരിയബിൾ ഫാക്ടേഴ്സിന്റെ വരുന്ന ആ ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് ഔട്ട്പുട്ടിനും ഉണ്ടാകുന്നു. ഓക്കെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അസംഷൻസ് ഉണ്ട്. കുറച്ച് അസംഷൻസ് ഉണ്ട്. എന്താണ്? വൺ ഫാക്ടർ എന്തായിരിക്കണം? വേരിയബിൾ പറഞ്ഞില്ല നമ്മള്. അതർ ഫാക്ടേഴ്സ് ഫിക്സഡ് ആയിരിക്കണം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക് ചേഞ്ചസ് ഇൻ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ലോ റെഡി ആണെങ്കിൽ തുടക്കത്തിൽ ഉപയോഗിച്ച ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ ഉപയോഗിക്കണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടെക്നോളജി ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് സെയിം ലെവൽ ഓഫ് ഫാക്ടേഴ്സ് സെയിം ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ തന്നെ ഉപയോഗിക്കണം. പക്ഷേ അവരുടെ അളവിന് മാറ്റം വരുത്താം. വേരിയബിൾ ആയിട്ടുള്ളവരുടെ യൂണിറ്റ്സിന് ചേഞ്ച് വരുത്താം. Then there is no change in technique of production. ഉപയോഗിച്ച ടെക്നിക്ക് മാറ്റാൻ പറ്റില്ല. ലേബർ ഇന്റൻസീവ് ഒന്നും ക്യാപിറ്റൽ ഇന്റൻസീവ് ഒന്നും ആക്കാൻ പറ്റില്ല. സെയിം ലെവൽ ഓഫ് ടെക്നിക്ക് തന്നെ ഉപയോഗിക്കണം. ഓൾ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് ആർ ഹോമോജീനിയസ്. വേരിയബിൾ ഫാക്ടേഴ്സ് എല്ലാം ഹോമോജീനിയസ് ആയിരിക്കണം, ഒരേപോലെ ഉള്ളവരായിരിക്കണം. വേരിയബിൾ ഫാക്ടേഴ്സ് ഇപ്പം ഒരു വേരിയബിൾ ഫാക്ടർ ഉണ്ട്, അത് ലേബർ ഈ നിയമം ശരിയാകണമെങ്കിൽ ലേബേഴ്സ് എല്ലാം ഒരേപോലുള്ള ലേബേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അസംഷൻസ് ആണ് ഇത്. ത്രീ സ്റ്റേജസ് ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. വേരിയബിൾ പ്രൊപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേജസ് ഉണ്ട്. വേരിയബിൾ പ്രൊപ്പോർഷൻ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുന്നത്. എന്താണ്? ആ TPയും AP-യും MP ഒക്കെ ഗ്രാഫിൽ വരയ്ക്കുകയാണ്. ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റിനെ ഗ്രാഫായിട്ട് വരയ്ക്കുന്നു. അപ്പം നമ്മുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ 3 സ്റ്റേജസ് ഉണ്ട്. ഈ സ്റ്റേജസ് പറയണമെങ്കിൽ TP, AP, MP ഒക്കെ വേണം. നമ്മുടെ MB ഒക്കെ വേണം അവർ കേട്ടോ, അവരെ വേണം. അവിടെ 3 സ്റ്റേജസ് ആണ് എന്തുള്ളത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ ഉള്ളത്. 3 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. അവരെന്ത് വിളിക്കും? ഇൻക്രീസിങ്. സ്റ്റേജ് 1നെ നമ്മൾ എന്ത് വിളിക്കും? ഇൻക്രീസിങ് റിട്ടേൺ ടു ഫാക്ടർ. സ്റ്റേജ് 1നെ എന്ത് വിളിക്കും? ഇൻക്രീസിങ്
return to factor. Then stage 2 നമ്മൾ വിളിക്കും diminishing return to factor. Third stage നമ്മൾ വിളിക്കും negative return to factor. ഓക്കെ, 3 സ്റ്റേജസ് ഉണ്ട്. ഇൻക്രീസിങ് റിട്ടേൺ ടു ഫാക്ടർ, ഡിമിനിഷിങ് റിട്ടേൺ ടു ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺ ടു ഫാക്ടേഴ്സ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന് 3 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെ? സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഇതിന് 3 പേരുണ്ട്. സ്റ്റേജ് 1 is called as increasing return to factor, stage 2 is called as diminishing return to factor, and last stage 3 negative return to factor. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ നോക്കിക്കേ, AP, MP, TP ഗ്രാഫ്സ് എന്ന് നോക്കിക്കേ. ഇതാണ് എന്ത് നമ്മുടെ പോയിന്റ്. ഒറിജിനിൽ നിന്നാണ് ഗ്രാഫ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഗ്രാഫ്സ് നോക്കിക്കേ, സ്റ്റേജ് 1 TP എന്ത് ചെയ്യുന്നു? TP ഇൻക്രീസ് ചെയ്യും അല്ലേ? ടോട്ടൽ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഇൻക്രീസിങ് റേറ്റ് ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, നമ്മുടെ TPയുടെ ഗ്രാഫ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അവിടെ മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ അവസ്ഥ എന്താണ്? സെയിം അല്ലേ? മാർജിനൽ പ്രൊഡക്റ്റും അതുപോലെയാണ്. നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റും എന്ത് സംഭവിക്കുന്നു? മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഓൾസോ ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് അല്ലേ? എന്താണ് സംഭവിക്കുന്നത്? ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ്, ദാറ്റ് ഈസ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. മാർജിനൽ പ്രൊഡക്റ്റ് ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ്? മാർജിനൽ പ്രൊഡക്റ്റ് ആരുമായിട്ട് റിലേറ്റ് ചെയ്താ? ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലേ? നമ്മുടെ മുമ്പ് എഴുതിയ ടേബിൾ നോക്കിക്കേ, എല്ലാവരും ആ ടേബിളിലേക്ക് ഒന്ന് പോയിക്കേ. നമ്മൾ മുമ്പ് എഴുതിയ ടേബിളിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? 15, 35, 50, 48, 30. ഓക്കെ, 15, 35, 50, 50 വരെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യുക. ആ TP ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് MP ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? 0, 15, 20. എന്താണ്? TP ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? MP ഇൻക്രീസ് ചെയ്യുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എന്താ? ടോട്ടൽ പ്രൊഡക്റ്റ്. അപ്പം കാരണം മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റിൽ വന്ന ചേഞ്ച് അല്ലേ മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അതുകൊണ്ടാണ് ഈ സ്റ്റേജിനെ ഇൻക്രീസിങ് റിട്ടേൺ ടു ഫാക്ടർ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേജിനെ ഇൻക്രീസിങ് റിട്ടേൺ ടു ഫാക്ടർ. സ്റ്റേജ് 2 നോക്കിക്കേ, മാർജിനൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ്? ഇൻ ദിസ് സ്റ്റേജ് മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്രീസസ്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നോക്കിയേ, മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുകയാണ്, മാർജിനൽ പ്രൊഡക്റ്റ് കുറയുകയാണ്. ഓക്കെ, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നേരത്തെ അത്രയും ഫാസ്റ്റ് ആണോ? ടോട്ടൽ പ്രൊഡക്റ്റ് നേരത്തെ അത്രയും ഫാസ്റ്റിലാണോ ഇൻക്രീസ് ചെയ്യുന്നത്? നോക്കിയേ, അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്? വളരെ ഡിക്രീസിൻ്റെ ഇതിലാണ്, ചെറിയ അളവിലാണ്. നമ്മുടെ ആ ഗ്രാഫിലേക്ക്, നമ്മുടെ ആ ടേബിളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമേ കൂടിയാണ് 15, 35 അങ്ങനെ കൂടിക്കൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് 50 15 കൂടി, 20 കൂടി, പെട്ടെന്ന് 15. മാർജിനൽ പ്രൊഡക്റ്റ് കുറയുകയാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. പക്ഷേ ആ കൂടുന്ന ഡിക്രീസിങ് ആണ്. നേരത്തെ അത്രയും വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. നേരത്തെ ഗ്രാഫ് നോക്കിക്കേ, ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ആ ഒരു മാർക്ക് ചെയ്ത അവിടേക്ക് എങ്ങനെയാണ്? വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പോയിന്റിൽ നിന്ന്, ആ പോയിന്റ് നമുക്കൊരു A എന്ന് കൊടുക്കാം. ആ A ടു ഈ Hയിലേക്കുള്ള ആ ഒരു വളർച്ച വളരെ സ്ലോ ആയിട്ടാണ്. അതെന്താണ്? ഡിക്രീസിങ് റേറ്റിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിമിനിഷിങ് റേറ്റിലാണ്. അതുകൊണ്ടാണ് ആ സ്റ്റേജിനെ ഡിമിനിഷിങ് റിട്ടേൺ ടു ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഡിമിനിഷിങ് റിട്ടേൺ ടു ഫാക്ടർ. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് നോക്കിയേ. ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? TP ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? TP ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കുന്നു? മാർജിനൽ പ്രൊഡക്റ്റ് സ്റ്റേജ് 3 എന്ത് സംഭവിക്കുന്നു? മാർജിനൽ പ്രൊഡക്റ്റ് അത് നെഗറ്റീവ് ആകുന്നു. എന്താകുന്നു? നെഗറ്റീവായി മാറുന്നു. അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് റിട്ടേൺ ടു ഫാക്ടർ എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് റിട്ടേൺ ടു ഫാക്ടേഴ്സ്. ഓക്കെ, വേരിയബിൾ പ്രൊപ്പോർഷൻ റൂൾ അനുസരിച്ച്, വേരിയബിൾ പ്രൊപ്പോർഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഷോർട്ട് റൺ ഫംഗ്ഷൻസിൽ ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിനെ ശരിക്കും നമുക്ക് മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഈ സ്റ്റേജസിനകത്ത് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സ്റ്റേജിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ബിക്കോസ്
ദാറ്റ് ഈസ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു വെച്ചാൽ ഇൻക്രീസിംഗ് റേറ്റ്. അതുകൊണ്ട് ആ സ്റ്റേജിനെ എന്ത് വിളിക്കുന്നു? ഇൻക്രീസിംഗ് റിട്ടേൺ ടു ഫാക്ടർ എന്ന് വിളിക്കുന്നു. ഇൻക്രീസിംഗ് റിട്ടേൺ ടു ഫാക്ടർ എന്ന് വിളിക്കുന്നു. ദെൻ അവിടെ രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു? ടോട്ടൽ പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ഇസ് ഡിക്രീസിങ്. മാർജിനൽ പ്രൊഡക്റ്റ് കുറയുകയാണ് ബിക്കോസ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇസ് ഇൻക്രീസിങ് ബട്ട് അറ്റ് ആൻ എ ഡിക്രീസിംഗ് റേറ്റ് ഓർ എ ഡിമിനിഷിംഗ് റേറ്റ്. അതുകൊണ്ട് ആ സ്റ്റേജിനെ ഡിമിനിഷിംഗ് റിട്ടേൺ ടു ഫാക്ടർ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഡിമിനിഷിംഗ് റിട്ടേൺ ടു ഫാക്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ. ദെൻ മൂന്നാമത്തെ സ്റ്റേജിലോ മാർജിനൽ പ്രൊഡക്റ്റ് ബിക്കം നെഗറ്റീവ്. മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്നു. ആ ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ നിന്ന് എന്താണ് ഫോർത്ത് ക്വാർട്ടറിലേക്ക് പോകുന്നില്ലേ? ഫോർത്ത് ക്വാർട്ടറിലേക്കാണ് പോകുന്നത്. നെഗറ്റീവായി മാറുന്നു. കാരണം എന്താണ്? ടി പി ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഡിക്രീസിങ് അറ്റ് ദ സ്റ്റേജ്. അതുകൊണ്ട് അതിനെ നെഗറ്റീവ് റിട്ടേൺ ടു ഫാക്ടർ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? നെഗറ്റീവ് റിട്ടേൺ ടു ഫാക്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഷോർട്ട് റൺ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലോ പഠിച്ചു. ഇനി ലോങ് റൺ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് റൂൾ ഉണ്ട്. ലോങ് റൺ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ലോങ് റൺ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു റൂളിനെ പറയുന്നത്? The relationship between quantity of output and scale of production in long run when all the input are varied in a same proportion is called return to scalar. എന്ത് വിളിക്കും? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ വിളിക്കുന്ന പേരെന്താണ്? ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. അവിടുത്തെ പ്രത്യേകത എന്താണ്? എല്ലാ ഫാക്ടേഴ്സിനെയും വേരി ചെയ്യാൻ പറ്റും. എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? എല്ലാ ഫാക്ടേഴ്സും വേരി ചെയ്യുമ്പോൾ ആ വേരിയബിൾ ഫാക്ടേഴ്സും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആ ഒരു ഫംഗ്ഷനെ പറയുന്നത്. അപ്പോൾ അതിനെന്ത് വിളിക്കും? സെയിം പ്രൊപ്പോർഷൻ അല്ലേ? എല്ലാ എന്താണ് വേരിയബിൾ ഫാക്ടേഴ്സ് എല്ലാം സെയിം പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിന് ആ പ്രൊപ്പോർഷനിൽ തന്നെ ചേഞ്ച് സംഭവിക്കുന്നു. അതുകൊണ്ട് ആ ഫംഗ്ഷനെ റിട്ടേൺ ടു സ്കെയിൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് വിളിക്കും. ഓക്കെ. ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. അതിന് 3 സ്റ്റേജ് ഉണ്ട്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് 3 സ്റ്റേജ് പോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലിന് 3 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയാണ് സ്റ്റേജസ്? 3 സ്റ്റേജസ്: ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ IRS, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ CRS, ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ DRS. 3 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ. ലോങ് റൺ ഫംഗ്ഷൻ വരുമ്പോൾ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയില്, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയില്, ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയില്. കാരണം അവിടെ ഒറ്റ ഫാക്ടർ, അവിടെ എല്ലാം വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. അവിടെ ഇൻക്രീസ് ആവുന്നു, ദെൻ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ചേഞ്ചും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു ഗ്രാഫുകൾ. എന്ത് ചെയ്യുന്നു? പിന്നെ ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആണ് വരുന്നത്. എന്താണ് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിലിലെ പ്രത്യേകത? പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എല്ലാ ഇൻപുട്ടുകളും വേരിയബിൾ അല്ലേ? എല്ലാ ഇൻപുട്ടുകളും വേരിയബിൾ ആണ്. ഓക്കെ. എല്ലാ ഇൻപുട്ടുകളും വേരിയബിൾ ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ഔട്ട്പുട്ടിനും ചേഞ്ച് വരുന്നില്ലേ? എല്ലാ ഫാക്ടേഴ്സും എന്താണ്? വേരിയബിൾ ആണ്. അപ്പോൾ ആ വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുന്നതനുസരിച്ച് എന്തിന് ചേഞ്ച് വരുന്നു? ഔട്ട്പുട്ടുകൾക്ക് ചേഞ്ച് വരുന്നു. ആ ഔട്ട്പുട്ടിന് വരുന്ന ചേഞ്ച് എന്തായിരിക്കും? എന്താണ്? ഇൻപുട്ടിന്റെ ആ ഒരു പെർസെൻറ്റേജിനെക്കാളും കൂടുതലായിരിക്കും. അതായത് ഇൻക്രീസിംഗ് റേറ്റ് ഓഫ് റിട്ടേണിലെ പ്രത്യേകത അനുസരിച്ച് എന്താണ്? ദ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വിൽ ബി ഗ്രേറ്റർ ദാൻ. അത് നമ്മൾ കുറച്ച് ഇൻപുട്ടുകൾ ഉപയോഗിച്ചു. നമ്മൾ ഇൻപുട്ടുകൾ യൂസ് ചെയ്തു. ഇൻപുട്ടുകൾ ഒരു 20% ഇൻക്രീസ് ചെയ്തു. അതായത് നമ്മൾ എന്താണ് ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോഴാണല്ലോ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ കൊടുത്ത ഇൻപുട്ടുകൾക്ക് ഒരു 20% ഇൻക്രീസ് ഉണ്ടായി. അപ്പോൾ ഔട്ട്പുട്ടിന് എത്ര ചേഞ്ച് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 20%. ഇൻപുട്ടിന് വന്ന ചേഞ്ചിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഔട്ട്പുട്ടിന്റെ ചേഞ്ച്. ആ ഒരു സ്റ്റേജിനെയാണ് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. ഓക്കെ. IRS. ദെൻ ഇൻപുട്ടിന് എന്താണ് 20% ചേഞ്ച് കൊടുത്തപ്പോൾ ഔട്ട്പുട്ടിനും 20% ചേഞ്ച് വന്നു. ഈക്വൽ ചേഞ്ച്. ഇൻപുട്ടിന് എന്ത് ചേഞ്ച് വന്നോ അതേ ചേഞ്ച് തന്നെ ഔട്ട്പുട്ടിന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് വിളിക്കുന്നത്. അതാണ് കോൺസ്റ്റന്റ് ഒരേപോലെ പോകുന്നു. ദെൻ ഡിമിനിഷൻ റിട്ടേൺസ് ടു സ്കെയിൽ എന്തായിരിക്കും? ഇനി എന്താണ് വരാനുള്ളത്? ഇൻപുട്ടിന് 20% ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിന് ഇൻക്രീസ് ഉണ്ടായി, അല്ലെ ചേഞ്ച് ഉണ്ടായി എന്നാണ്. ബട്ട് ആ ഒരു ചേഞ്ച് ലെസ് ദാൻ 20% ആയിരിക്കും. ലെസ് ദാൻ 20% ആയിരിക്കും. ഓക്കെ. ആ ലെസ് ദാൻ 20% ആയിരിക്കും. അതാണ് ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ. എന്താണ് ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ? അപ്പം സ്റ്റേജ് റിട്ടേൺ ടു സ്കെയിൽ അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ അല്ലെങ്കിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിന് 3 ചേഞ്ചസ് ഉണ്ട്. ഏതാണ് ആ 3 ചേഞ്ചസ് എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ,
ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ. ഓക്കെ, 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ആ 3 സ്റ്റേജസിന്റെ പ്രത്യേകത മനസ്സിലായോ? ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിലിൽ ഇൻപുട്ടിന് എന്ത് ചേഞ്ച് വരുത്തുന്നോ അതിനേക്കാളും കൂടുതൽ ചേഞ്ച് കൊണ്ട് വരും. ഗ്രേറ്റർ ഇൻപുട്ടിന്റെ ചേഞ്ച്, അതായത് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ദെൻ അടുത്ത സ്റ്റേജ് ഏതാണ്? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. ദ ചേഞ്ച് ഇൻ ഇൻപുട്ട്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഇൻപുട്ട് വിൽ ബി ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ദെൻ ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിലോ ദ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വിൽ ബി ലെസ് ദാൻ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഇതാണ് 3 സ്റ്റേജസ് വരുന്നത്. ഓക്കെ, Cobb-Douglas production function. Cobb-Douglas production function. Okay. In economics, with the Cobb-Douglas production function form, the production function is widely used to represent relationship of output to input. ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള അബിത ഫൈൻ നല്ലതായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന എക്കണോമിക്സിലെ ഒരു വലിയൊരു ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. നമ്മൾ കുറേ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് പഠിച്ചു. അതിനകത്തൊരു ഒരാൾ പ്രപ്പോസ് ചെയ്ത ഫംഗ്ഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എന്ത്, നമ്മുടെ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നെറ്റ് വിക്സൽ എന്ന് പറയുന്ന ഒരു എക്കണോമിക്സ് ആണ് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്തത്, പ്രപ്പോസ് ചെയ്തത്. പക്ഷേ ഇത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണ്? ചാൾസ് കോബ്സും പോൾ ഡഗ്ലസും ആണ്. അപ്പം ഇത് ശരിക്കും ഈ ഒരു തിയറം, ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത ആരാണ്? നെറ്റ് വിക്സൽ ആണ്. ബട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണ്? ചാൾസ് കോബും പോൾ ഡഗ്ലസും ആണ്. അതുകൊണ്ടാണ് കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത്. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന് കോബ്-ഡഗ്ലസ് മോഡൽ എന്നും അറിയപ്പെടും. കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നോ കോബ്-ഡഗ്ലസ് മോഡൽ എന്നോ അറിയപ്പെടും. ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? Q is equal to AK റേസ് ടു ആൽഫ എൽ ബീറ്റ എന്നാണ് വരുന്നത്. ആൽഫയും ബീറ്റയുടെ കൂട്ടുമ്പോൾ 1 കിട്ടണം. ഓക്കെ, കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിനെപ്പറ്റി ജസ്റ്റ് ഒരു തിയറി ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു തിയറി എഴുതി ഇക്വേഷനൂടെ എഴുതുക. എന്തായിരിക്കും? എൽ എന്ന് പറഞ്ഞാൽ ലേബർ ആണ്, കെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആയിരിക്കും, ആ എ എന്ന് പറയുമ്പോഴത്തേന് അവിടെ പ്രൊഡക്ടിവിറ്റി ഫാക്ടേഴ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ എന്ന് നമ്മുടെ ചാപ്റ്ററിന്റെ 2 ഭാഗങ്ങളാണ്, പ്രൊഡക്ഷനും കോസ്റ്റും. ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കോസ്റ്റിലേക്കാണ് കയറേണ്ടത്. നമ്മുടെ സെക്കൻഡ് പാർട്ട്, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ശരിക്കും 3 പാർട്ടുണ്ട്. ലാസ്റ്റ് റവന്യൂ ചെറിയൊരു പാർട്ടുണ്ട്. അതിന് മുന്നേ 2 പാർട്ടാണ് മെയിനായിട്ട് വരുന്നത്, പ്രൊഡക്ഷനും കോസ്റ്റും. പ്രൊഡക്ഷൻ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കോസ്റ്റിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കുക, നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? പ്രൊഡക്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ഐസോക്കൻസ്. ഓക്കെ, ഐസോക്കൻസ് ഉണ്ട്. ഐസോക്കൻസിന്റെ എല്ലാം സെറ്റ് വരുന്നതാണ് ഐസോക്കൻ മാപ്പ് എന്ന് വിളിക്കും. ദെൻ ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്? മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്? അതിന്റെ ഒരു ടേബിൾ നമ്മൾ കണ്ടിട്ടില്ലേ, എക്സാമിന് ചോദിക്കുന്നതാണ്. ഷോർട്ട് പീരിയഡ്, ലോങ് പീരിയഡ് എന്താണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണ്? പിന്നെ അതിന്റെ അസംഷൻസ്, പിന്നെ എന്താണ്? സ്റ്റേജസ്, വേരിയബിൾ പ്രൊപ്പോർഷന്റെ സ്റ്റേജസ്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ, സ്റ്റേജസ് ഓഫ് റിട്ടേൺ ടു സ്കെയിൽ, കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് എന്തെങ്കിലും ഇതിനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2014 എന്താണ്? മാർച്ചിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ കുറേ അറ്റംപ്റ്റുകൾ സെക്കൻഡ് ടേം, ഫസ്റ്റ് ടേം എക്സാംസിന് ചോദിച്ച 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അത് ക്വസ്റ്റ്യൻ? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഷോർട്ട് റൺ എന്താണ്? ലോങ് റൺ എന്താണ്? അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് എന്താണ്? ലോങ് പീരീഡ് എന്താണ്? ഡിഫൈൻ ചെയ്താലേ, പഠിപ്പിച്ചില്ലേ? എഴുതണം കേട്ടോ. ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചാൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. നമ്മൾ അറ്റംപ്റ്റ് ചെയ്തില്ലേ? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ മാർജിനൽ പ്രൊഡക്റ്റ് കർവ്, ആവറേജ് പ്രൊഡക്റ്റ് കർവ് ഇൻ എ സിംഗിൾ ഡയഗ്രാം. ഐഡന്റിഫൈ 2 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ആവറേജ് പ്രൊഡക്റ്റിന്റെ മാർജിനൽ പ്രൊഡക്റ്റും ഗ്രാഫിൽ വരച്ചിട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റിൽ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ആ ഒരു
ടേബിൾ എന്നെടുത്ത് നോക്കിക്കേ. ഫസ്റ്റ് യൂണിറ്റിൽ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും സെയിം ആയിരിക്കും. 15-15 ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് എക്സാമിന് റിലേഷൻഷിപ്പ് വെച്ച് എഴുതണം. ഫസ്റ്റ് യൂണിറ്റിൽ ഒന്നാമത്തെ യൂണിറ്റിൽ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ദെൻ APയെക്കാട്ടിലും ആവറേജ് പ്രൊഡക്റ്റിനെക്കാട്ടിലും കൂടുതലാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് വരുന്ന സ്റ്റേജിൽ. AP ആവറേജ് പ്രൊഡക്റ്റിനെക്കാട്ടിലും കൂടുതലാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് വരുന്ന സ്റ്റേജിലെല്ലാം ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ആയിരിക്കും. നോക്കിക്കേ, രണ്ടാമത്തെ യൂണിറ്റ് യൂസ് ചെയ്യുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് 17.5 ആണ്, 17.5 അപ്പം MP എത്രയാണ്? മാർജിനൽ പ്രൊഡക്റ്റ് എത്രയാണ്? 20. ഏതാ കൂടുതൽ? മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പോൾ എന്താണ്? മുമ്പത്തേക്കാളും 15 17.5 അതായത് മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനേക്കാളും കൂടുതലായി നിൽക്കുമ്പോൾ, ഗ്രേറ്ററായി നിൽക്കുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. നോക്കിയേ. ദെൻ അപ്പോൾ അടുത്ത സ്റ്റേജ് വരുമ്പോഴും കൂടി. പിന്നെ മാർജിനൽ പ്രൊഡക്റ്റ് ചെറുതായി വരുമ്പോൾ, മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനേക്കാളും ചെറുതായി വരുമ്പോൾ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. എന്താണ്? പിന്നെ ഈ ഗ്രാഫ് വരച്ചപ്പോൾ എന്താണ്? MP മാർജിനൽ പ്രൊഡക്റ്റ് പോസിറ്റീവ്. നോക്കിയേ, മാർജിനൽ പ്രൊഡക്റ്റിന്റെ വാല്യൂ നോക്കിയേ. മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് പോസിറ്റീവ്, 0, നെഗറ്റീവ് ഇതൊക്കെ വരും. മാർജിനൽ പ്രൊഡക്റ്റ് പോസിറ്റീവ് ഇതൊക്കെ വരും. പക്ഷേ AP ആവറേജ് പ്രൊഡക്റ്റ് എപ്പോഴും പോസിറ്റീവേ ആകത്തുള്ളൂ. ആവറേജ് പ്രൊഡക്റ്റ് പോസിറ്റീവേ ആകൂ. ഓക്കെ. ഇത് ഡയഗ്രാം വരയ്ക്കണേ, സ്വന്തമായിട്ടൊരു ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. റിട്ടേൺ ടു സ്കെയിൽ. റൈറ്റ് ഡൗൺ ദ 3 സ്റ്റേജസ് ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. മാർച്ച് 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ച 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 റിട്ടേൺ ടു സ്കെയിലിന്റെ 3 സ്റ്റേജസിനെ പറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട്. ഓക്കെ. എല്ലാവരും ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, അതിന്റെ സ്റ്റേജസും ചോദിക്കും. എല്ലാവരും എഴുതണം കേട്ടോ. നമുക്കപ്പം ഒരു ബ്രേക്കിന് ശേഷം സെക്കൻഡ് പാർട്ടായ കോസ്റ്റിലേക്ക് പോകാം. ഓക്കെ. ജസ്റ്റ് എല്ലാവരും ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് വരിക.
ഓക്കെ. ക്ലിയർ അല്ലേ? ബാക്കി പോർഷനിലേക്ക് പോവാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താ പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് എഫക്റ്റീവ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ചെയ്യുന്നു. അപ്പം വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കമ്പൈൻ ചെയ്താണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. The producer in forms of wages, rent, interest and profit remunerate these factors. നമ്മൾ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നു. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് കൊടുക്കുന്നു? റെമുനറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റെമുനറേഷൻ എന്തൊക്കെയാണ്? റെമുനറേഷൻസ്? എന്തൊക്കെയാണ്? റെമുനറേഷൻസ് വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. വേജ് ആർക്കാ കൊടുക്കുന്നത്? ലേബറിന് കൊടുക്കും അല്ലേ? ദെൻ റെന്റ് ലാൻഡിന് കൊടുക്കും അല്ലേ? ഇൻട്രസ്റ്റ് ആർക്ക് കൊടുക്കും? നമ്മുടെ ക്യാപിറ്റലിന് കൊടുക്കും. പ്രോഫിറ്റ് ആർക്കാണ്? ഓൺട്രപ്രണർക്ക് അല്ലേ? അങ്ങനെ റെമുനറേഷൻ കൊടുക്കുന്നു. ദ പേയ്മെന്റ് പെയ്ഡ് ബൈ ദ പ്രൊഡ്യൂസർ ഇൻ ഫോംസ് ഓഫ് വേജ്, റെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഫോം ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം നമ്മൾ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ചെയ്യുന്നു. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? അവർക്ക് റെമുനറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഈ റെമുനറേഷൻ കൊടുക്കുന്നത് ആർക്കാണ്? പ്രൊഡ്യൂസർക്ക് കോസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ കോസ്റ്റിനെ എന്ത് വിളിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുക്കേണ്ട റെമുനറേഷൻ ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും കോസ്റ്റ് വരുന്നു. കോസ്റ്റ് എന്താണ്? നമുക്ക് ആ പ്രവൃത്തി ചെയ്യുന്നതിന് നമ്മൾ പകരമായി കൊടുക്കുന്നതല്ലേ? In other words, all in expense incurred by the producer to produce a commodity are the cost of production. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊഡ്യൂസർക്ക് വരുന്ന എല്ലാ എക്സ്പെൻസിനെയാണ് ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലുണ്ട് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. എന്താണ് ഷോർട്ട് റൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? ഇൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സം ഫാക്ടേഴ്സ് ആർ ഫിക്സഡ്, സം ആർ വേരിയബിൾ ഫാക്ടേഴ്സ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഷോർട്ട് റൺ ഫംഗ്ഷൻ ഉണ്ട്, ലോങ് റൺ ഫംഗ്ഷൻ ഉണ്ട്. ഈ രണ്ട് ഫംഗ്ഷൻസിലും ഷോർട്ട് റൺ ഫംഗ്ഷൻസിലെ കോസ്റ്റിനെ പറ്റി നമുക്ക് പഠിക്കാം. ഷോർട്ട് റൺ ഫംഗ്ഷൻസിലെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ പറഞ്ഞെന്താ? ബ്രേക്കിന് മുന്നേ എന്താ പറഞ്ഞേ? ഷോർട്ട് റൺ ഫംഗ്ഷൻസിൽ ചില ഫാക്ടേഴ്സ് എന്താണ്? വേരിയബിൾ ആണ്. ചില ഫാക്ടേഴ്സ് ഫിക്സഡ് ആണ്. അപ്പം വേരിയബിൾ ഫാക്ടേഴ്സിന് കോസ്റ്റ് ഉണ്ടാകുന്നു, ഫിക്സഡ് ഫാക്ടേഴ്സിന് കോസ്റ്റ് ഉണ്ടാകുന്നു. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫിക്സഡ് ഫാക്ടേഴ്സിന് വരുന്ന കോസ്റ്റിനെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റുകൾ എന്നും വേരിയബിൾ ഫാക്ടേഴ്സിന് വരുന്ന കോസ്റ്റിനെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നും വിളിക്കുന്നു. എന്താണ് ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നതാണ്? Fixed costs are those costs of firm that do not vary with size of output. ഔട്ട്പുട്ടിന് വരുന്ന ചേഞ്ച് അനുസരിച്ച് ചേഞ്ച് വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾക്കൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ് നമ്മൾ എന്ത് ചെയ്തു? ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. ആ ബിൽഡിങ്ങിൽ നമ്മൾ റെന്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നു അല്ലെ പ്രൊഡക്ഷൻ കുറയുന്നു, റെന്റിന് വരെ ചേഞ്ച് വരുന്നുണ്ടോ? റെന്റ് എന്താണ്? ഫിക്സഡ് ഫാക്ടർ അല്ലേ? ഫിക്സഡ് ഫാക്ടേഴ്സ് ചേഞ്ച് ആകുമോ? ഔട്ട്പുട്ട് അനുസരിച്ച് എന്തിന് ചേഞ്ച് വരത്തില്ല? പ്രൊഡക്ഷൻ അനുസരിച്ച് ഫിക്സഡ് ഫാക്ടേഴ്സിന് ചേഞ്ച് വരുന്നില്ല. ഫിക്സഡ് കോസ്റ്റ് എന്താണ്? പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യാത്ത കോസ്റ്റുകളാണ് എന്ത്? ഫിക്സഡ് കോസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ദേ ആർ സെയിം വെദർ ദ ഔട്ട്പുട്ട് ഈസ് സ്മോൾ ഓർ ലാർജ്. അപ്പോൾ നമ്മൾ റെന്റ് കൊടുക്കണം. നമ്മുടെ ഔട്ട്പുട്ട് കൂടുതലാണോ കുറവാണോ അനുസരിച്ച് ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. ഈവൻ വെൻ ഔട്ട്പുട്ട് ഈസ് സീറോ ഫേം ഇൻകോട്ട് ഫിക്സഡ് കോസ്റ്റ്. ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടിന് എന്ത്? സീറോ ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാകുന്നു. ഔട്ട്പുട്ട് സീറോ ഫേം ഇൻകോട്ട് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾ എന്താണ്? സാലറി, ഇൻട്രസ്റ്റ് ബോറോഡ് ക്യാപിറ്റൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ഈ ലോൺ എടുത്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് ബാങ്കുകാർ നോക്കുമോ? കൃത്യമായിട്ട് അതിനെന്താണ്? ഇൻട്രസ്റ്റ് അടയ്ക്കണ്ടേ? അതുപോലെയാണ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബോറോഡ് ക്യാപിറ്റലൊക്കെ ഫിക്സഡ് കോസ്റ്റ് ആണ്. റെന്റ്
ലാൻഡ് യൂസ് ചെയ്യുന്നതിന് റെന്റ് പേ ചെയ്യുക, ഡിപ്രീസിയേഷൻ ചാർജസ്, ഗവൺമെന്റ് കൊടുക്കുന്ന ടാക്സ്, ഇതെല്ലാം എന്താണ്? ഫിക്സഡ് കോസ്റ്റുകളാണ്. ഫിക്സഡ് കോസ്റ്റിനെ മറ്റു പേരുകൾ അറിയപ്പെടും. സപ്ലിമെന്ററി കോസ്റ്റ് എന്നോ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നോ അറിയപ്പെടും. ഓക്കെ, അപ്പൊ എന്താണ് വേരിയബിൾ കോസ്റ്റ്? വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ തോസ് കോസ്റ്റ് വിച്ച് വേരി വിത്ത് ദ സൈസ് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിന് വരുന്ന ചേഞ്ച് അനുസരിച്ച് എന്തിന് ചേഞ്ച് വരുന്നു? നമ്മുടെ കോസ്റ്റിന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അവരാണ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, റോ മെറ്റീരിയൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് റോ മെറ്റീരിയൽ വേണം. ഒരു റോ മെറ്റീരിയലിന്റെ വില 5 രൂപയാണ്. ഒരു റോ മെറ്റീരിയലിന്റെ വില 5 രൂപ. ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. റോ മെറ്റീരിയൽ ചേഞ്ച്. അപ്പം നമുക്ക് എന്താണ്? 2 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 റോ മെറ്റീരിയൽ ഉപയോഗിക്കണം. എക്സ്പെൻസ് കൂടിയില്ലേ? എന്താണ്? ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ടല്ലേ വേരിയബിൾ ഫാക്ടേഴ്സ്. ഔട്ട്പുട്ടിനനുസരിച്ച് ഫാക്ടേഴ്സ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? എന്തിന് ചേഞ്ച് വരുന്നു? ഇവിടെ വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുന്നു. അപ്പോൾ എന്താണ്? അതിന്റെ കോസ്റ്റിന് ചേഞ്ച് വരുന്നു. അപ്പം ഔട്ട്പുട്ടിന് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ച് വരുന്നു. അപ്പം വേരിയബിൾ ഫാക്ടേഴ്സിന് വരുന്ന കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ്? ദേ ആർ ഇൻക്രീസസ് വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? വേരിയബിൾ കോസ്റ്റും കുറയുന്നു. വെൻ ഔട്ട്പുട്ട് ഈസ് സീറോ, ഫേം ഇൻക്വേർഡ് സീറോ വേരിയബിൾ കോസ്റ്റ്. നമ്മൾ പഠിച്ചു ഔട്ട്പുട്ട് സീറോ ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഇല്ല. ഔട്ട്പുട്ട് സീറോ ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ച് ഒന്നും ഇല്ല. എന്താണ്? ഔട്ട്പുട്ടിന്റെ ചേഞ്ച് അനുസരിച്ച് എന്ത് മാറുന്നില്ല? ഫിക്സഡ് കോസ്റ്റ് മാറുന്നില്ല. ഔട്ട്പുട്ട് ഇല്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഔട്ട്പുട്ട് കൂടിയാലും ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ച് ഇല്ല. ഔട്ട്പുട്ട് കുറഞ്ഞാലും ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ച് ഇല്ല. പക്ഷേ വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല. വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് സീറോ ആയി മാറുമെന്ന് സംഭവിക്കുന്നു. നമ്മുടെ വേരിയബിൾ കോസ്റ്റും സീറോ ആയി മാറുന്നു. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? വേജസ്, പേയ്മെന്റ് മെയ്ഡ് റോ മെറ്റീരിയൽസ്, ഫ്യൂവൽ. റോ മെറ്റീരിയൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ലെങ്കിൽ റോ മെറ്റീരിയലിന്റെ ആവശ്യമുണ്ടോ? കമ്പനിയിലൊന്നും നടക്കുന്നില്ല, പിന്നെ എന്തിനാണ് റോ മെറ്റീരിയൽ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ്? അതിന് ആവശ്യമില്ല. ദെൻ ഫ്യൂവലില് ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ വീട്ടിൽ വണ്ടിയുണ്ട്, ആ വണ്ടി ഓടിയാൽ പോരെ പെട്രോള്? വണ്ടി ഓടുന്നില്ലേ, പെട്രോൾ വേണോ? അപ്പൊ എന്താണ്? നമ്മുടെ വണ്ടി പ്രവർത്തിക്കുന്ന അനുസരിച്ച് എന്ത് മതി? നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഫ്യൂവലിന്റെ ചാർജ് കൊടുത്താൽ മതി. അപ്പൊ എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ സാലറിയും വേജസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളവിടെ അക്കൗണ്ടൻസിലൊക്കെ പഠിക്കത്തില്ലേ? സാലറിയും വേജസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സാലറി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കൊടുക്കുന്നതാണ്. വേജസ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് കൊടുക്കുന്നതാണ്. അപ്പം വേജസ് എന്നാണ് വേരിയബിൾ ഫാക്ടറും സാലറി നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടും കണ്ടു. വേരിയബിൾ കോസ്റ്റിനെ ഡയറക്റ്റ് അല്ലെങ്കിൽ പ്രൈമറി കോസ്റ്റ് എന്ന് അറിയപ്പെടും. ഡയറക്റ്റ് അല്ലെങ്കിൽ പ്രൈം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നും അറിയപ്പെടും. ഓക്കെ, അപ്പം ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? നമ്മുടെ പ്രൊഡക്ഷനിൽ വേരിയബിൾ ഫാക്ടേഴ്സ് ഉണ്ട്, ഫിക്സഡ് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ വേരിയബിൾ ഫാക്ടേഴ്സിന് വരുന്ന കോസ്റ്റ് വേരിയബിൾ ഫാക്ടേഴ്സ് എന്താണ്? വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പം ഫിക്സഡ് ഫാക്ടേഴ്സിന് വരുന്നത് ഫിക്സഡ് കോസ്റ്റ്. അപ്പം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സം ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൊഡക്ഷന് വേരിയബിൾ ഫാക്ടേഴ്സ് ഉണ്ട്, ഫിക്സഡ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ചേർന്ന് വരുന്ന കോസ്റ്റ് ആണ് എന്ത്? ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. TC is equal to TFC plus TVC. Total cost of production never becomes zero since fixed cost exists even when output is zero. നമ്മൾ പറഞ്ഞ എന്താണ്? ഔട്ട്പുട്ട് ഒന്നുമില്ല, പ്രൊഡക്ഷൻ നടക്കുന്നില്ല. എനിക്കൊരു ഫാക്ടറി ഉണ്ട്, അവിടെ പ്രൊഡക്ഷനേ നടക്കുന്നില്ല, എങ്കിലും ഞാൻ റെന്റ് കൊടുക്കണ്ടേ? അപ്പോൾ മാസം 50,000 രൂപ റെന്റ് കൊടുക്കണം. പക്ഷേ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് വരത്തുള്ളൂ? വേരിയബിൾ കോസ്റ്റ് വരത്തുള്ളൂ. എൻ്റെ ഫാക്ടറി പ്രൊഡക്ഷൻ ഒന്നും ഇല്ല, പക്ഷേ റെന്റ് കൊടുക്കണം. അപ്പോൾ എന്താണ്? വേരിയബിൾ കോസ്റ്റ് 0 ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര? 50,000. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ എന്തുണ്ടാവും? ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ ഇല്ല. അപ്പോൾ എന്താണ്? ടോട്ടൽ കോസ്റ്റ് never will be 0. Total cost will be never 0. 0 ആകത്തില്ല. ഓക്കെ, never become 0. നോക്കിക്കേ, ഒരു എക്സാമ്പിൾ. വേരിയബിൾ നമ്മുടെ ഓരോ ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നതനുസരിച്ച് വരുന്ന ടോട്ടൽ ഫിക്സഡ് കോസ്റ്റുകൾക്ക് ചേഞ്ച് ഇല്ല. ഫിക്സഡ് കോസ്റ്റ് എല്ലായിടത്തും ഒരേപോലെ അല്ലേ? എല്ലാ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനിലും ഫിക്സഡ് കോസ്റ്റ് വിൽ ബി സെയിം. വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ആവും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. 70 + 0 70. ഓക്കെ, 70 + 30 100. 70 + 40 110. 70 + 45
150. 70 plus 55, 125. 70 plus 75, 145. 70 plus 120, 190. Total fixed cost does not vary with the change in output, but variable cost changes with the output. കണ്ടില്ലേ, നമ്മൾ പഠിച്ച എല്ലാ റൂൾസും ആ ടേബിൾ കണ്ടോ? ഇതിനെ ഞാൻ ഗ്രാഫിക്കലി വരയ്ക്കാൻ പോവാണ്. എന്താ ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും സെയിം അല്ലേ? അതുകൊണ്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഗ്രാഫ് എന്തായി? വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഗ്രാഫ് എന്തായി? അത് സ്ട്രെയിറ്റ് ലൈനായി. എന്തായടെ നോക്കിയേ, സ്ട്രെയിറ്റ് ലൈൻ ആയില്ല. കാരണം 70 70 70 70 70 എത്ര ഔട്ട്പുട്ട് ആയാലും ഔട്ട്പുട്ടിന് ചേഞ്ച് വരുന്ന അനുസരിച്ച് ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ച് ഇല്ല. അതുകൊണ്ട് അവര് സ്ട്രെയിറ്റ് ലൈനായി. എന്തിന് പാരലായിട്ട് വന്നു? എക്സ് ആക്സിസിന് പാരലായിട്ട് അല്ലേ? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വന്നു. ദെൻ നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് എങ്ങനെ വരുന്നത്? ഇതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് 0 ആകുമ്പോഴും എന്തുണ്ടാവുന്നു? അവിടെ എന്തുണ്ടാവുന്നടേ? അവിടെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ടോട്ടൽ കോസ്റ്റിന്റെ ഗ്രാഫ് ഫിക്സഡ് കോസ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫിക്സഡ് കോസ്റ്റ് TFCയുടെ ഗ്രാഫായ ഈ ബ്ലൂവിന്റെ ഒറിജിനിൽ നിന്ന് തന്നെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? TC. ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് എല്ലായിടത്തും ഇല്ലേ? ഔട്ട്പുട്ട് 0 ആയാലും ഉണ്ട്. അപ്പോൾ ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് വരുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് പഠിച്ചു, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പഠിച്ചു, ടോട്ടൽ കോസ്റ്റ് പഠിച്ചു, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് പഠിച്ചു. അപ്പം ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്? ഫിക്സഡ് കോസ്റ്റിന്റെ ആവറേജ്. അപ്പോൾ എന്താണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. എന്താണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്? നമ്മൾ കണ്ടുപിടിക്കത്തില്ലേ? ആ ഫിക്സഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നു. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നു. വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് AFC ഡിക്രീസസ് സിൻസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഫിക്സഡ്. അതായത് ഫിക്സഡ് കോസ്റ്റ് ഫിക്സ് അല്ലേ? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ, ഔട്ട്പുട്ട് 1 ഉള്ളൂ. എത്രയായി? ആവറേജ് 1,00,000 തന്നെ. ഫിക്സഡ് കോസ്റ്റ് 1,00,000 തന്നെ, കാരണം ഫിക്സഡ് അല്ലേ. ഔട്ട്പുട്ട് 2 ആയി. അപ്പോൾ എത്രയായി? ആവറേജ് കോസ്റ്റ് 50,000. ദെൻ ഔട്ട്പുട്ട് 5 ആയി, 20,000. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞു വരും. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് AFC ഡിക്രീസസ് സിൻസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഫിക്സഡ്. ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ച് ഇല്ലല്ലോ, ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് തന്നെ ഇരിക്കുമല്ലേ. അപ്പം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് എന്തിന് ചേഞ്ച് വരുന്നു? നമ്മുടെ AFC കുറഞ്ഞു വരുന്നു. അപ്പോൾ അടുത്തെന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ quantity. Total variable cost divided by quantity. It is observed that average variable cost decline initially up to a point where it become minimum and thereafter it start rising. നോക്കിയേ ഗ്രാഫ് നോക്കിയേ, ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് നോക്കിയേ, ആദ്യമേ ഡിക്ലൈൻ ചെയ്ത് പോകും. ഒരു പോയിന്റ് ചെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് U ഷേപ്പ്. എക്സാമിന്റെ MCQ ക്വസ്റ്റ്യൻ ആട്ടോ, MCQ ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഗ്രാഫിന്റെ ഷേപ്പ് എന്താണ്? U ഷേപ്പാണ്. അത് ആദ്യമേ ഡിക്ലൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം ചെന്ന് കഴിയുമ്പം അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പഠിച്ചു, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പഠിച്ചു, ടോട്ടൽ കോസ്റ്റ് പഠിച്ചു, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പഠിച്ചു, ആവറേജ് വേരിയബിൾ കോസ്റ്റ് പഠിച്ചു. അടുത്ത എന്താണ് ഇനി ആവറേജ് പഠിക്കാനുള്ളത്? ആവറേജ് കോസ്റ്റ്. ഓക്കെ, ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി, ഔട്ട്പുട്ട്. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട്. ടോട്ടൽ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് കണ്ട് നോക്കിയേ, ഒരു C ഷേപ്പ് പോലെ വരും. മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചേഞ്ച് ഓരോ ക്വാണ്ടിറ്റിക്ക് ചേഞ്ച്, ഔട്ട്പുട്ടിന് ചേഞ്ച് വരുന്നതനുസരിച്ച് ടോട്ടൽ കോസ്റ്റിന് വരുന്ന ചേഞ്ച് ആണ് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. MC മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പഠിച്ചു, മാർജിനൽ പ്രൊഡക്ഷൻ എന്ന് പഠിച്ചു, മാർജിനൽ കോസ്റ്റ് എന്നും കണ്ടു. ഓക്കെ,
ഈ എ സി ഗ്രാഫിൻ്റെയും എം സി ഗ്രാഫിൻ്റെയും റിലേഷൻഷിപ്പ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് എ സി ഗ്രാഫിൻ്റെയും എം സി ഗ്രാഫിൻ്റെയും എന്താണ് റിലേഷൻഷിപ്പ്? വാട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താ എ സി ആവറേജ് കോസ്റ്റ് ഗ്രാഫ് ആൻഡ് ദെൻ മാർജിനൽ കോസ്റ്റ് ഗ്രാഫ്. എ സി is falling, എം സി remain below it. വെൻ എ സി is falling, എ സി ഗ്രാഫ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയേ, ഈ എ സി ഗ്രാഫ് കുറഞ്ഞു വരുമ്പോൾ എവിടെ ആയിരിക്കും എം സി? എം സി ഗ്രാഫ് എ സി ഗ്രാഫിൻ്റെ ബിലോ ആയിരിക്കും, താഴെ ആയിരിക്കും. എ സി ഗ്രാഫ് ഡിക്രീസ് ചെയ്യുമ്പോൾ കുറഞ്ഞു വരുമ്പോൾ എം സി ഗ്രാഫ് എന്തിന് താഴെ ആയിരിക്കും? എം സി ഗ്രാഫിൻ്റെ താഴെ ആയിരിക്കും. വെൻ എ സി ഫോൾ ചെയ്യുമ്പോൾ എം സി റിമൈൻ ബിലോ ഇറ്റ്. വെൻ എ സി ബിക്കം കോൺസ്റ്റന്റ്, എ സി ഗ്രാഫ് ഉണ്ട് കോൺസ്റ്റന്റ് ആയി നിൽക്കുമ്പോൾ, ഒരേപോലെ നിൽക്കുമ്പോൾ എം സിയും എ സിയും ഒരേപോലെ ആവും. നോക്കിക്കേ, എ സി ഗ്രാഫ് കുറഞ്ഞു വരുമ്പോൾ എം സി ഗ്രാഫ് എന്ത് ചെയ്യും? അതിൻ്റെ ബിലോ ആയിരിക്കും. എ സി ഗ്രാഫ് കോൺസ്റ്റന്റ് ഒരു പോയിന്റ് ചെല്ലുമ്പോൾ ഇവർ തമ്മിൽ കൂട്ടിമുട്ടും, അതാണ് ഈക്വൽ ആകും. പിന്നെ എ സി ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? എം സി ഗ്രാഫ് എ സിയെക്കാളും ഹയർ ആയിരിക്കും. ഓക്കെ, ദെൻ എം സി കർവ് ഓൾവേസ് കട്ട് എ സി കർവ് അറ്റ് ദർ മിനിമം പോയിന്റ്. മിനിമം പോയിന്റുകൾ വെച്ചാണ്, എ സി കർവിൻ്റെ മിനിമം പോയിന്റുകൾ വെച്ചായിരിക്കും എം സി കർവ് കട്ട് ചെയ്യുന്നത്. ദെൻ വെൻ എം സി ഇസ് ഫോളിങ് എ സി കാനോട്ട് റൈസ്. എം സി കുറയുമ്പോഴത്തേന് എന്തിന് റൈസ് ചെയ്യാൻ പറ്റത്തില്ല? എ സിക്ക് റൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. റിലേഷൻഷിപ്പ് പഠിക്കണം കേട്ടോ, എക്സാമിന് 2-3 മാർക്കിന് ചോദിക്കും. ഷോർട്ട് റണ്ണിൻ്റെ ബേസിസിലാണ് പഠിച്ചത്. ഇനി ലോങ് റണ്ണിൽ എന്തേ ഉള്ളൂ? വേരിയബിൾ ഇല്ല, എല്ലാവരും ഫിക്സഡാ. അപ്പോൾ അവിടെ എന്താണ്? നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇല്ല, അവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്, അവിടെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ലോങ് റണ്ണിൽ എല്ലാവരും എന്താണ്? വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്, അതുകൊണ്ട് അവിടെ ഫിക്സഡ് കോസ്റ്റ് ഇല്ല. അവിടെ എന്തൊക്കെയുള്ളൂ? ടോട്ടൽ ലോങ് റൺ ടോട്ടൽ കോസ്റ്റും പിന്നെ അതിൻ്റെ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റേ ഉള്ളൂ. ഓക്കെ, ടോട്ടൽ കോസ്റ്റ്, ലോങ് റണ്ണിൻ്റെ ടോട്ടൽ കോസ്റ്റ്, അതിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ്, പ്രീവിയസ് ഡിഫറൻസുകൾ കമ്പയർ ചെയ്താൽ എൽ ടി സി 1 നിന്ന് എൽ ടി സി 0 കുറച്ചാൽ എൽ എം സി കിട്ടും, മാർജിനൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇത്രയാണ് ഉള്ളത്, ഇത്രയാണ് നിങ്ങൾക്ക് ഉള്ളത്. നമുക്ക് തന്നെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ചാപ്റ്ററിന്റെ പോർഷൻസ് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, എന്തൊക്കെ തന്നിട്ടുണ്ട്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണ്ടേ? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കൂടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂട്ടുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പം ടോട്ടൽ വേരിയബിൾ കോസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മതി. 70 നിന്ന് 70 പോകുമ്പം അവിടെ വേരിയബിൾ കോസ്റ്റ് ഒന്നുമില്ല. 100 നിന്ന് 70 പോകുമ്പോൾ അവിടെ വേരിയബിൾ കോസ്റ്റ് 30. 110 നിന്ന് 70 പോകുമ്പം 40. 115 നിന്ന് 70 പോകുമ്പം 45. 125 നിന്ന് 70 പോകുമ്പം there will be 55. Then 75. 180 നിന്ന് 70 പോകുമ്പം 90. ഓക്കെ, സോറി 110. ദെൻ 250 ആണെങ്കിൽ ടി സി 250 ആണ്. അതിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആയ 70 പോകുമ്പം എത്രയാണ്? 180. അപ്പം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ്? ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചു. എ സി കണ്ടുപിടിക്കാനായിട്ട്, എ സി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട്. ഫസ്റ്റിലത്തെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 70. ഔട്ട്പുട്ട് എത്രയാണ്? 0. 70 by 0. അടുത്തത് ടോട്ടൽ കോസ്റ്റ് 100 ആണ്. എത്രയാണ് ഔട്ട്പുട്ട്? 1. അപ്പം 100 ഡിവൈഡ് ബൈ 1 100. അടുത്തത് 110 ആണ്. എന്ത്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് 2 ചെയ്യുമ്പം 55. അടുത്തത് 115 ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് 3 ആണ്. 38.3 വരും. ദെൻ 125 ഡിവൈഡഡ് ബൈ 4 31
0.25. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് മാത്തമാറ്റിക്സ് ആട്ടോ. ദെൻ 145 ആണ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് എന്താണ്? 145 ഡിവൈഡഡ് ബൈ 5, 29. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടോ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന്. ദെൻ 180 ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് എത്രയാണ്? 60. ദാറ്റ് വിൽ ബി 30. Then 250 divided by 7, 35.714. നോക്കിയേ, എ സി കർവ്സ് നമ്മൾ ആദ്യം പറഞ്ഞു. എ സി കർവ് ആദ്യമേ ഡിക്ലൈൻ ചെയ്യും, ബട്ട് ഒരു പോയിന്റ് ചെയ്യുന്ന കഴിയുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയല്ല പഠിച്ചേ? എ സി കർവ് ഡിക്ലൈൻ ചെയ്യും, ഒരു പോയിന്റ് ചെയ്യുന്ന കഴിയുമ്പോൾ ഇൻക്രീസ് ചെയ്യും. തിയറി പഠിച്ചില്ലേ? അതോടെ പ്രൂവ് ആയില്ലേ? 100, 55, 38, 31, 29 വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. എ സി കർവ് ഫസ്റ്റ് ഡിക്രീസസ്, ദെൻ ഒരു പോയിന്റ് ചെന്ന് കഴിയുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. തിയറം പ്രൂവ് ആയില്ലേ? ഓക്കെ. ഇനി ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട്. 70 ഡിവൈഡ് ബൈ 0. ഈ 70 ഡിവൈഡ് ബൈ 0, 0. ദെൻ 70 ഡിവൈഡ് ബൈ 1, 70. 70 ഡിവൈഡ് ബൈ 2 എത്ര വരും? 35. പിന്നെ 70 ഡിവൈഡ് ബൈ 3, 70 ഡിവൈഡ് ബൈ 3, 23.3. Then 70 divided by 4, 17.5. 70 divided by 5, 14. Then 70 divided by 6 എത്രയാണ്? 11.6. Then 70 divided by 7, 10. ഓക്കെ. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞു വരും നമ്മൾ പഠിച്ചു. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടല്ലോ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഫസ്റ്റിലത്തേത് 0 ആണ്. ഡിവൈഡ് ബൈ 0, 0. ദെൻ 30 ഡിവൈഡ് ബൈ 1, 30. പിന്നെ 40 ആണ്. 40 ഡിവൈഡ് ബൈ 2, 20. ദെൻ 45 ഡിവൈഡ് ബൈ 3, 15. ദെൻ 55 ഡിവൈഡഡ് ബൈ 4, 13.75. ദെൻ അടുത്ത വേരിയബിൾ കോസ്റ്റ് 75 ആണ്. ഡിവൈഡ് ബൈ അതിന് നേരെ വരുന്ന ഔട്ട്പുട്ട് 5 ആണ്, 15. ദെൻ 110 ഡിവൈഡഡ് ബൈ 6, 18.3. ദെൻ 180 ഡിവൈഡഡ് ബൈ 7, 25.71. ഇവിടെ തിയറം നോക്കിക്കേ. ആദ്യമേ ഡിക്രീസിങ് ആണ്. 30, 20, 15 പിന്നെ ഡിക്രീസിങ് ആണ്. ദെൻ അത് ഇൻക്രീസ് ആവുന്നുണ്ട്. നമ്മൾ പഠിച്ച തിയറങ്ങളാണ്. എ സി കർവിലും എ വി സി കർവിലും നമ്മൾ പഠിച്ചു. ആദ്യമേ ഡിക്ലൈൻ ചെയ്യും, പിന്നെ ഒരു പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യും. തിയറംസ് പ്രൂവ് ആകുന്നുണ്ടോ? ദെൻ എസ് എം സി അല്ലെങ്കിൽ എം സി കർവ്. മാർജിനൽ കോസ്റ്റ് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിൽ വരുന്ന ചേഞ്ച്. ആദ്യമേ 70 ആണ്. ദെൻ ഒരു 30 ഇൻക്രീസ് ആവുന്നുണ്ട്. ദെൻ അടുത്ത് വരുമ്പോൾ 110 ആയി, 10 ഇൻക്രീസ് ആയി. ദെൻ 115 ആയി, 5 ഇൻക്രീസ് ആയി. ദെൻ 125 ആയി. 125 ആയപ്പം എത്ര ഇൻക്രീസ് ആയി? 10 ഇൻക്രീസ് ആയി. ദെൻ 145 ആയി, 20 ഇൻക്രീസ് ആയി. ദെൻ 180 ആയി, 35 ഇൻക്രീസ് ആയി. ദെൻ 250 ആയി. 250 ആയപ്പോഴത്തേന് 70 ഇൻക്രീസ് ആയി. നോക്കിക്കേ, അതുപോലെ അല്ലേ? ഒന്ന് ഡിക്ലൈൻ ചെയ്ത് വരും, അടുത്ത പോയിന്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ടി സി കർവ്, ടി എഫ് സി കർവ്, ടി വി സി കർവ് ഒരു ഗ്രാഫിൽ തന്നെ വരയ്ക്കാൻ ചോദിക്കും. ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതെല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ടേബിള്. ഓക്കെ, നിങ്ങൾക്ക് ഇത് 3 അല്ല 8 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയാണ് നിങ്ങളുടെ പോർഷൻസ് ആയിട്ട് വരുന്നത്. ഇത്രയാണ് നിങ്ങളുടെ പോർഷൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? കാരണം വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, സ്റ്റേജസ്, ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ, അതിൻ്റെ വരുന്ന പ്രോബ്ലംസ്, പിന്നെ ടി എഫ് സി ഇതിൻ്റെ ഈ പ്രോബ്ലം ചെയ്യാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം നമ്മൾ 3 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ മാരത്തോണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? എക്കണോമിക്സിൻ്റെ എക്സാംസിന് മൈക്രോ എക്കണോമിക്സ് ആണ് നിങ്ങൾക്കുള്ള പോർഷൻസ് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, സെക്കൻഡ് ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ കോസ്റ്റ്. 3 ചാപ്റ്റേഴ്സ് ഉണ്ട് എക്സാമിന്. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നുമായിട്ട് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഈസി ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസിയാണ്. ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ പഠിക്കണം. ഡിമാൻഡിൻ്റെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പ്രൈസ് എഫക്റ്റ്,
ഇൻകം എഫക്റ്റ്, പിന്നെ നമ്മൾ ഇപ്പം പഠിക്കുന്ന കോസ്റ്റുകളെ കണ്ടുപിടിക്കുന്നത്, ലോ ഓഫ് മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിച്ചില്ലേ? ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സ്, കുറേ കാര്യങ്ങൾ നമ്മൾ 2 ദിവസമായിട്ട് പഠിച്ചു. ഇതെല്ലാം പഠിച്ചിട്ട് പോകണം. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. PPC ആ ഒരു ഭാഗത്തെ പറ്റി പഠിച്ചിട്ടൊക്കെ പോകണം. ഓക്കെ, നോർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പഠിച്ച് എല്ലാവരും ഒന്ന് സെറ്റായിട്ട് എക്സാംസ് അപ്പിയർ ചെയ്യണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. യാതൊരു ടെൻഷനും ഇല്ല. എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്യുവർ തിയറി, ഫസ്റ്റ് ഇയറിൽ നല്ല സ്റ്റോറീസ് അല്ലെങ്കിൽ ഈസി ആയിട്ട് പഠിച്ച് സ്റ്റാറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇയർ കയറുമ്പോൾ തിയറി ആണെന്നൊരു വിചാരം വരും. ബട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആക്കി മാറ്റണം. ഈ മാരത്തോൺസ് ഇന്ന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണുക. എക്സാംസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വഴികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു രീതിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാരത്തോൺ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാംസ് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യട്ടെ. ആഫ്റ്റർ 10th or 11th എങ്ങനെയാണ് നിങ്ങൾ എക്സാംസ് വരുന്നത് അല്ലേ? അപ്പം എല്ലാവരും നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും തന്നെ എക്കണോമിക്സിന് A+ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.